ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിലാണ് ഫിസിക്സിന്റെ. അപ്പോൾ ആ ഫസ്റ്റ് ചാപ്റ്ററിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്സിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വീഡിയോ ആയിട്ട് വന്നത്. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് വന്നിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കട്ടെ. നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ 2014 മുതൽ 2024 വരെയുള്ള മോഡൽ എക്സാം, മാച്ച് എക്സാം, അതുപോലെ തന്നെ നിങ്ങളെ സേ എക്സാം, ഈ 3 പേപ്പേഴ്സ് വെച്ചിട്ട് 10 ഇയർ, അപ്പോൾ 30 പേപ്പേഴ്സിൽ നിന്നുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വിത്ത് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഈ PDF കിട്ടാൻ നമ്മുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, join ചെയ്യാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, റെഡി? ഓക്കെ, നോക്കും. ഓക്കെടാ. ഓൾ ഫ്രീ ചാർജസ് ആർ ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് യൂണിറ്റ് ചാർജ്. ദ ക്വാണ്ടൈസേഷൻ റൂൾ ഓഫ് ഇലക്ട്രിക് ചാർജ്. ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് വിൽ ബി ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ചാർജ് അല്ലേ. അതായത് നമുക്ക് ഓൾറെഡി അറിയാം എന്താ, Q is equal to പ്ലസ് ഓർ മൈനസ് എൻ ഇ അല്ലേ. ഇയുടെ ചാർജ് പ്ലസ് ഓർ മൈനസ് ആവുന്നതിനനുസരിച്ച് Q is equal to എൻ അല്ലേ. ഇവിടുന്ന് വരാവുന്ന ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ് എന്താ, N is equal to എന്താ, N is equal to Q by E അല്ലേ. അപ്പോൾ ടോട്ടൽ ചാർജ് എന്നിട്ട് ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ചാർജ്, എന്താ ഇൻഡിവിജ്വൽ യൂണിറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻19 കൂളംസ് അല്ലേ. 1.6 ഇൻറ്റു എന്താണ്, 10⁻⁻19 കൂളംസ്. റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? റെഡി? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഇൻ കോളം എ ആൻഡ് കോളം ബി അല്ലേ. നമുക്ക് തന്നുള്ളത് എന്താ, കോളം എയിൽ കുറച്ച് ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്, പിന്നെ കോളം ബിയിൽ എന്താ അതിന്റെ യൂണിറ്റ്സ്. വളരെ സിമ്പിൾ ആണല്ലേ, നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താടാ, ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്ക് അറിയാം, ന്യൂട്ടൺ ആണ്. റെഡി? ചാർജ് എന്താ, കൂളംസ് ആണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് അല്ലെ, അതിന് മുമ്പ് ഡൈപ്പോൾ, മുമ്പ് കൂളും മീറ്റർ എന്നറിയാം. ഇലക്ട്രിക് ഫീൽഡിന് അവർ 2 യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നെന്താടാ, ന്യൂട്ടൺ പെർ കുളുമ്പും ഉണ്ട്, വോൾട്ട് പെർ മീറ്റർ ഉണ്ട്. എന്താ, 2 ഇക്വേഷൻസ് ഉണ്ടല്ലേ ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള 2 ഇക്വേഷൻസ് ആണ്. ഒന്നെന്താ, ദാറ്റ് ഈസ് E is equal to എന്താ, ദാറ്റ് ഈസ് F/Q. അപ്പോൾ F/Q എന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്, ന്യൂട്ടൺ പെർ കുളുംസ് കിട്ടിയത് അല്ലെ. പിന്നെന്താ ഇക്വേഷൻ എന്താ, ദാറ്റ് ഈസ് V is equal to E into ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ. അതെന്ത് കിട്ടും, E is equal to എന്ത് കിട്ടൂടാ, V/D. എന്താ V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അല്ലെ, പൊട്ടൻഷ്യൽ ബൈ മീറ്റർ എന്നുള്ള യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യും, അവിടുന്ന് കിട്ടും. റെഡി ആണല്ലോടാ? ഡൗട്ട് ഇല്ലല്ലോ? സിമ്പിൾ ക്വസ്റ്റൻ ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റൻ നോക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എൻ ഇമ്പോർട്ടന്റ് വേ ഓഫ് ക്യാരക്ടറൈസേഷൻ ഇലക്ട്രിക് എൻവയോൺമെന്റ് ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ്. അതൊക്കെ വെറുതെ പോട്ടെ. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള എന്താണ്, 2 പോയിന്റ് ചാർജസ് Q1 and Q2 ഓഫ് മാഗ്നിറ്റ്യൂഡ് +10⁻⁹ coulombs and +10⁻⁻9 അല്ല മക്കളെ, -8 ആണ്. ഓക്കെ, -8 കുളുംസിന്റെ പ്ലസും മൈനസും ഈക്വൽ ചാർജ് ആണ്. റെസ്പെക്റ്റീവ്ലി ആർ പ്ലേസ്ഡ് അറ്റ് എത്ര, അതായത് ഡിസ്റ്റൻസ് എത്രയാടാ, അതായത് 0.1 മീറ്റർ അപ്പാർട്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് എ, ബി ആൻഡ് സി. അപ്പൊ നമുക്ക് ഈ ഫിഗറിലോട്ട് നോക്കാം. എന്താണ് ഫിഗറിൽ നമുക്ക് മനസ്സിലാവുക? ഫിഗറിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോ. അതായത് പോയിന്റ് എ, എവിടെ പോയിന്റ് എ? പോയിന്റ് എ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ മിഡ് പോയിന്റ് ബിറ്റ്വീൻ 2 ചാർജസ് അല്ലെ. ഇപ്പൊ ഇവിടെ ഒരു ഡൈപോൾ ഉണ്ട് ആക്ച്വലി അല്ലെ. അതായത് Q2 എന്ന് പറഞ്ഞ ചാർജും Q1 എന്ന് പറഞ്ഞ ചാർജും നോക്കുമ്പോൾ അതൊരു ഡൈപോൾ ആണ്. അപ്പൊ ആക്ച്വലി എ എന്ന് പറഞ്ഞ പോയിന്റ് ബിറ്റ്വീൻ ദി ചാർജ്, അതായത് ദി മിഡ് പോയിന്റ് ഓഫ് ദി ചാർജ് ആണ്. റെഡി? ഡൗട്ടില്ല. ഓക്കെ, പിന്നെയുള്ള ചാർജസ് എന്തൊക്കെയാണ്, അതായത് പിന്നെയുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്? പിന്നത്തെ പോയിന്റ് ബി. എന്താണ് പോയിന്റ് ബിയുടെ പ്രത്യേകത? ഇറ്റ് ഈസ് ആക്സിയൽ പോയിന്റ് ആണ് അല്ലെ. ഇറ്റ് ഈസ് ആക്സിയൽ പോയിന്റ്. ആൻഡ് പോയിന്റ് സി എന്താ, പോയിന്റ് സി ഇസ് ദി ഇക്വറ്റോറിയൽ പോയിന്റ്. അപ്പൊ ആക്ച്വലി നമുക്ക് ഓൾറെഡി സോൾവ് ചെയ്ത ഇക്വേഷൻസ് അറിയുന്ന ഒന്ന് എന്ത് ചെയ്യുക, ആ രൂപത്തിൽ തന്നെ സോൾവ് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെ, സിമ്പിൾ ആയിട്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നോരോന്ന് സോൾവ് ചെയ്യാം. റെഡി? ഫസ്റ്റ് എന്താ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ. എ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആദ്യം ഡയറക്ഷൻ ആണ് നോക്കേണ്ടത് അല്ലെ. പോയിന്റ് എ, അപ്പൊ ഇത് പ്ലസ് ചാർജ് ആണ്, ഇത് എന്താടാ, മൈനസ് ചാർജ് ആണ്. ഡൗട്ടില്ലല്ലോ? ഇത് പ്ലസ് ചാർജ് ആണ്, ഇത് മൈനസ് ചാർജ് ആണ്. അപ്പൊ നോക്കിയടാ, അപ്പൊ പ്ലസ് ചാർജിന്റെ സംബന്ധിച്ചോളം അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്താ, ഔട്ട് ഓഫ് ദി ചാർജ്. അപ്പൊ ഇത് പ്ലസിന്റെ ഔട്ട് ഓഫ് ദി ചാർജ്. മൈനസ് എന്താ, മൈനസ് എന്താണ്, ടുവേർഡ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫീൽഡ് രണ്ടും ഒരേ ഡയറക്ഷൻ ആണ്, എന്ത്, ടുവേർഡ്സ് റൈറ്റ് ആണെന്ന് മനസ്സിലായി. റെഡി? പിന്നെ എന്താണ് പോയിന്റ് ചാർജ് കാരണമുള്ള ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു പറഞ്ഞോ എന്താ, 1/4πε0 ഇൻറ്റു Q/r² അല്ലെ. ഇപ്പൊ ഇവിടെ എന്താ, ചാർജസ് സെയിം ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എന്താ, 0.05 മീറ്റർ, 0.05 മീറ്റർ. അപ്പൊ അതെന്താ, അതും സെയിം ആണ് അല്ലെ. നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുണ്ട് അല്ലെ. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, 3.6 ഇൻറ്റു 10⁻14 ടൂൾസ് റൈറ്റ്. അതെങ്ങനെ, ഡ്യൂ ടു പോസിറ്റീവ് ചാർജ്. ഇനി ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, കാരണം ഡയറക്ഷൻ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെ കിട്ടും, ദാറ്റ് ഈസ് ഓൾസോ 3.6 ഇൻറ്റു 10⁻4. അപ്പൊ 3.6ഉം 3.6ഉം കൂടി എത്ര വരൂടാ, നമുക്കറിയാം എന്താ, ദാറ്റ് ഈസ് 7.2 ഇൻറ്റു 10⁻4. നമ്മൾ ഓൾറെഡി ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, എന്താ, ടുവേർഡ്സ് റൈറ്റ്. റെഡി? ഇനി നമുക്ക് പോയിന്റ് ബിയിലുള്ള ചാർജിനെ, അതായത് ബിയിലുള്ള ഫീൽഡിനെ ഇൻഡിവിജ്വലി കണ്ടെത്തല്ലേ, ഓരോ പോയിന്റിലുള്ള ചാർജ്. അതിന്റെ ആവശ്യമില്ല, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, ഇത് ഫോളോ ചെയ്യണമെന്നില്ല, നമുക്ക് ഓൾറെഡി അറിയാലേ, ഈ ആക്സിലും ഈ ഇക്വറ്റോറിയലും അറിയാം. ഇനി അതിന്റെ മുമ്പ് എന്താണ്,
പി എന്ന് പറഞ്ഞാൽ എന്താ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പി എന്ന് പറഞ്ഞാല് ദാറ്റ് ഈസ് ഈക്വൽ ടു 2a. എന്താ 2a എന്ന് പറഞ്ഞാല് ഡൈപോൾ ലെങ്ത് ആണ് അല്ലെ, ഇൻറ്റു ചാർജ് ക്യൂ അല്ലെ. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താ, എ എന്ന് പറഞ്ഞാല് 0.05 മീറ്റർ അല്ലെ. അപ്പോൾ 2a എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഡൈപോൾ ലെങ്ത് കിട്ടി. എന്താ ചാർജ്, ചാർജ് തന്നിട്ടുണ്ട് അല്ലെ, എത്ര 10⁻⁻8 കൂളംസ്. റെഡി ആണല്ലോ, അത് പ്ലസും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി എന്ത് ചെയ്താൽ മതി, ഈ ആക്സിൽ ഈ ഇക്വറ്റോറിയൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, എന്താ ദാറ്റ് ഈസ് ഇ ആക്സിയൽ ഇസ് ഈക്വൽ ടു പറഞ്ഞു, എന്താ ഈ ആക്സിയൽ ദാറ്റ് ഈസ് 1/4πε0 ഇൻറ്റു 2p/r³ അല്ലെ. ഇനി ഈ ഇക്വറ്റോറിയൽ എങ്ങനെ കണ്ടുപിടിക്കുക, ഈ ഇക്വറ്റോറിയൽ ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു p/r³ അല്ലെ. അപ്പൊ ഇതില് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്താൽ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് വാല്യൂസ് കിട്ടും. ശരിയാണല്ലോ. ഈ ആക്സിയലിലുള്ള ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ആക്സിയലിനെ സംബന്ധിച്ചോളം എന്താ, പ്ലസ് ചാർജ് ആണ് അടുത്തുള്ളത് അല്ലെ. ഇതാണ് പ്ലസിലേക്കുള്ള ദൂരം, ഇതാണ് എന്ത് മൈനസിലേക്കുള്ള ദൂരം. ഫീൽഡിന്റെ ഇക്വേഷൻ എന്താടാ, പോയിന്റ് ചാർജ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു q/r² ആണ്. അതായത് എന്താണ്, ഇൻവേഴ്സ് റിലേഷൻ ആണ് അല്ലെ. അതായത് ഈ r² തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. അതായത് ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഡോമിനൻസ് ആർക്കായിരിക്കും, പ്ലസ് ചാർജിനായിരിക്കും. ഇപ്പോൾ പോയിന്റ് ബിയിൽ എന്തായിരിക്കും, ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും. ഇനി ഇക്വറ്റോറിയൽ പോയിന്റിൽ നമുക്ക് അറിയാം അവിടെ ഒരു മൈനസ് ഉണ്ട്. എന്താ മൈനസിന്റെ സിഗ്നിഫിക്കൻസ്, മൈനസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും എന്താണ് ഡൈപോൾ മൊമെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. ഡൈപോൾ മൊമെന്റ് എന്താ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ അതിനോട് ഓപ്പോസിറ്റ് ആണ് ഇവിടെ എന്തുണ്ടാവുക, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻസും എഴുതുന്നത്. റെഡി ആണല്ലോ, ടുവേർഡ്സ് ലെഫ്റ്റും ടുവേർഡ്സ് റൈറ്റും ഓക്കെ ആണല്ലോ. ഈ ആക്സിലും ഈ ഇക്വറ്റോറിയൽ അറിയുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. റെഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് അടക്കം. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഗോസസ് ലോ ഇസ് ട്രൂ ഫോർ എനി ക്ലോസ് സർഫസ് നോ മാറ്റർ വാട്ട് ഷേപ്പ് ഓർ സൈസ്. അപ്പൊ നമ്മൾ ഗോസസ് ലോ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, ഒരു ഗോഷ്യൻ സർഫസ് യൂസ് ചെയ്യും അല്ലെ. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ, ട്രൂ ഫോൾസ് ആണ് അല്ലെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഗോസസ് ലോ ഇംപ്ലൈസ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ് സർഫസ് ഈസ് സീറോ ഇഫ് നോ ചാർജസ് ഇൻക്ലോസ്. നമുക്കറിയാം അല്ലെ എന്താണ് ഗോസസ് ലോന്റെ ഫോം എന്താ, we know that the total flux enclosed by a Gaussian surface is equal to 1/epsilon 0 times q enclosed അല്ലെ. എന്താണ് 1/epsilon 0 times q enclosed. ഇവിടെ എന്താ ചാർജ് ഇല്ല, ചാർജ് ഇല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ എന്താ ഇവിടെ, q enclosed will be becoming എന്ത് സീറോ. അപ്പോൾ ടോട്ടലി എന്താവും, 5 will also be 0. അപ്പൊ അതും ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ നോക്കാം. This law is useful for calculation of electrostatic field when system does not possess any symmetry അല്ലെ. ഇവിടെ സിമെട്രി വേണമെന്നുണ്ടോ, ഇല്ല, നമുക്ക് ഏത് ഒബ്ജക്ട്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദിസ് ഈസ് അഗെയിൻ എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഇനി നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താ, എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വി നോ ദാറ്റ് ദ ഡൈപോൾ മൊമെന്റ് എക്സ്പീരിയൻസ് നോ നെറ്റ് ഫോഴ്സ് ബട്ട് എക്സ്പീരിയൻസസ് എ ടോർക്ക്. അപ്പോൾ പി എന്താ, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇ എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പോൾ ടോർക്കിന്റെ ഇക്വേഷൻ ആണ് ജസ്റ്റ് ചോദിച്ചുള്ളത്. നമുക്കറിയാം എന്താ ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്, ദാറ്റ് ഈസ് ടോ ഇസ് ഈക്വൽ ടു പറഞ്ഞേ എന്താ ടോർക്കിന്റെ ഇക്വേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ. എന്താടാ, പി ക്രോസ് ഇ. ക്രോസ് പ്രൊഡക്റ്റ് ആകുമ്പോൾ എങ്ങനെ വെക്ടോറിക്കൽ എഴുതുക അല്ലെ, നമ്മൾ വെക്ടോറിക്കൽ എഴുതി, അതായത് ആംഗിൾ വെച്ച് എഴുതുമ്പോൾ എങ്ങനെ എഴുതും, ടോർക്ക് ഇസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. എന്താ, പി ഇ സൈൻ തീറ്റ യൂണിറ്റ് വെക്ടർ എന്നാണ്. റെഡി ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോടാ. അപ്പൊ ടോർക്കിന്റെ റിലേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു റിലേഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കാം. എന്താടാ, ത്രീ ചാർജസ് Q1 Q2 ആൻഡ് Q3 അല്ലെ. എന്താണ് Q1 Q2 ആൻഡ് Q3 തന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്താ, ഇവിടെ Q3 എന്ന് പറഞ്ഞ ചാർജ് ആണ് എന്ത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അറിയേണ്ടത് ഈ Q3 എന്ന് പറഞ്ഞ ചാർജ് മേലുള്ള ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടത്, എല്ലാം നമുക്കറിയാം. ഇതിൽ തന്ന മൂന്ന് ചാർജും എന്താ, എന്താ സൈന്, പോസിറ്റീവ് സൈൻ ആണ് അല്ലെ. അപ്പൊ പോസിറ്റീവ് എന്താ, റിപ്പൾഷൻ ആണ്. അപ്പൊ നമുക്കറിയാം എന്ത് ചെയ്യേണ്ടത്, ഭയങ്കര സിമ്പിൾ. എന്താ, ഇത് പോസിറ്റീവ് ചാർജ് ആണല്ലോ, ഡൗട്ട് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് ചാർജ് ആണ്, അതും പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ പോസിറ്റീവ് ആയ കാരണം നമുക്ക് എന്ത് ചെയ്യാം, പോസിറ്റീവും നമുക്ക് റിപ്പൾഷൻ ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ചാർജും തേർഡ് ചാർജും കൺസിഡർ ചെയ്താൽ അല്ലെ, തേർഡ് ചാർജുമുള്ള ഫസ്റ്റ് ചാർജ് കാരണമുള്ള ഫോഴ്സ് അതെങ്ങനെയാ എഴുതേണ്ടത്, അത് എഴുതേണ്ടത് എങ്ങനെയാ വെച്ചാല് എന്താ F31 അല്ലെ, ഫോഴ്സ് ഓൺ തേർഡ് ബോഡി ഡ്യൂ ടു ഫസ്റ്റ്. അതുപോലെ തന്നെ റിവേഴ്സ് അല്ലെ, സെക്കൻഡ് ചാർജ് എന്ത് ചെയ്യുന്നുണ്ടാവും, തേർഡ് ചാർജിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. അതെങ്ങനെ കണ്ടുപിടിക്കുക, അത് ഇത്ര ഉള്ളൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു F32 അല്ലെ. അതെങ്ങനെ കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ കൂളംസ് ലോ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ. റെഡി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഫോഴ്സ് Q3 ഡ്യൂ ടു Q1 F31 കണ്ടുപിടിക്കുക. എന്തായിരിക്കും, ദാറ്റ് ഈസ് 43.2 ന്യൂട്ടൺ ടുവേർഡ്സ് റൈറ്റ്. ഇനി ഫോഴ്സ് ഓൺ Q3 ഡ്യൂ ടു Q2 അതെങ്ങനെ കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് 1/4πε0 Q1 Q2/r² കണ്ടുപിടിക്കുക അല്ലെ. അപ്പോൾ അതെന്ത് കിട്ടി, ടുവേർഡ്സ് ലെഫ്റ്റ് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം
വാല്യൂ ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് മിനിമം വാല്യൂ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യുക അല്ലെ. ദാറ്റ് ഈസ് അവിടെ 28, ഇവിടുത്തെ വാല്യൂ എന്താടാ, ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 28 ആണ് അല്ലെ. 28.8 ആണ്. ഇവിടെ എത്രയാ, 43.2 ആണ്. അപ്പോൾ ഡോമിനൻസ് എന്തായിരിക്കും, ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും. വാല്യൂ എത്രയാടാ, 14.4 ആണ് അല്ലെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്താ, ടുവേർഡ്സ് റൈറ്റ്, അതായത് ടുവേർഡ്സ് Q2 ആൻസർ വരും. റെഡി ആണല്ലോ, സിമ്പിൾ ആണല്ലോടാ, ഓക്കെ ആണല്ലോ, ഈസി ആണല്ലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോവാം. റെഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ചോദിച്ചത് ഗോസസ് ലോ, എപ്പോഴും ചോദിക്കണതാണ് മക്കളെ. ഗോസസ് ലോ ഒന്നും എന്ത് ചെയ്യുന്നത്, പഠിക്കാതെ പോകരുത്. റെഡി. ഓക്കെ, ഗോസസ് ലോ എന്താ, ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് ദി ഫീൽഡ് ഓവർ എ ക്ലോസ് സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദി ചാർജ് എൻക്ലോസ് അല്ലെ. ഇതാണ് എന്താ അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറയുന്നത്. റെഡി. യൂസിംഗ് ദിസ് ലോ ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു യൂണിഫോംലി ചാർജ് തിൻ spherical shell at a point outside the shell and inside the shell. മക്കളെ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ ഇങ്ങനെ പറയാൻ കാരണം, ഒന്നുമില്ലടാ, അതായത് ഈ ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് എല്ലാ എക്സാമും ചോദിക്കുന്ന ഒരു ഫേവറേറ്റ് ഓഫ് ദിസ് ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വളരെ വൃത്തിയായിട്ട് തന്നെ മനസ്സിലാക്കണം. ഓക്കെ, നമ്മളിവിടെ വളരെ സിമ്പിൾ ആയിട്ടാണ് സോൾവ് ചെയ്യുക. അങ്ങനെ ഇതൊന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് അറിയാം എന്താ, ആദ്യം നമുക്ക് ഇൻസൈഡ് നോക്കാം അല്ലെ. ഇൻസൈഡ് ദ ഷെൽ എന്താ, നമുക്ക് ക്യൂ എൻക്ലോസ്ഡ് 0 ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഗോസസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്തായിരിക്കും, ക്യൂ എൻക്ലോസ്ഡ് 0 ആയ കാരണം ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, 0 ആണ്. ആ പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് എ പോയിന്റ് ഔട്ട്സൈഡ് ദി ഷെല്ലാണ്. ഓക്കെ, അപ്പൊ ഔട്ട്സൈഡ് ദി ഷെല്ല് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗോഷ്യൻ സർഫസ് വരയ്ക്കും അല്ലെ. ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ് ആണ് R അല്ലെ, ആ പോയിന്റ് Pയിലേക്ക്. റെഡി. ഇനി E.ds അല്ലെ, എന്താ നമ്മൾ എഴുതുക, ദാറ്റ് ഈസ് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു E.ds. അപ്പൊ ഇവിടെ നോക്കിയിടാം, എന്താ ds എന്ന് പറഞ്ഞാല് ഏരിയ വെക്ടർ ആണ്. ഏരിയ വെക്ടർ എപ്പോഴും എന്തായിരിക്കും, നോർമൽ ആയിട്ടാണ് ഉണ്ടാവുക. ഇനി ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്താ, പോസിറ്റീവ് ചാർജ് അല്ലടാ, അപ്പൊ റേഡിയലി ഔട്ട്വേർഡ് അല്ലേ. റെഡി അല്ലേ, ഡൗട്ട് ഇല്ലല്ലോ, പ്രശ്നമില്ലല്ലോ. ഓക്കെയാണ്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഇവിടെ എന്താ, നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്തു. ഇവിടെ കോസ് ആംഗിൾ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു, രണ്ടും ഒരേ ഡയറക്ഷൻ ആയിരുന്നു, 0 അല്ലെ. കോസ് 0 എത്രയാ, 1 ആണ്. സിമ്പിൾ ആണ്. ഓക്കെ, ഇ ഡി എസ് ഇസ് ഈക്വൽ ടു അല്ലെ, ഇന്റഗ്രൽ E.ds ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ എൻക്ലോസ്ഡ് ആണ് അല്ലെ. ഇനി ഡി എസ് എന്താ, ഇന്റഗ്രൽ ഡി എസ് എന്താ, ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ സർഫസ് ഏരിയ അതെന്താ, 4πr² അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4πr². ഇവിടെ ഓൾറെഡി എന്തുണ്ട്, 1/ε0 ഇൻറ്റു ക്യൂ ഉണ്ട് അല്ലെ. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എന്തിടാ, ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു 1/4πε0 Q/r². ഇത് എന്താണ് ആക്ച്വലി, ഒരു പോയിന്റ്, ഒരു സ്ഫെറിക്കൽ ഷെല്ല് ഉണ്ടെങ്കിൽ അതിന്റെ ഷെല്ലിന്റെ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് r ആണെങ്കിൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇൻസൈഡ് ദ പോയിന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇൻസൈഡ് ചാർജ് ഇല്ലാത്ത കാരണം തന്നെ നമുക്ക് ഈസി ആയിട്ട് പറയാം എന്താ, അവിടെ എന്തില്ല, ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, അതുപോലെ തന്നെ എന്തുമില്ല, ചാർജും ഇല്ല. ഓക്കെ, റെഡി ആണല്ലോ, ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി സിമെട്രിക്കൽ, എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ടാവില്ല കുറച്ച് കഥ, വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ടില്ലേ. നോക്കിയടാ, എന്താ, ഇൻ എ സിമെട്രിക്കൽ ചാർജ് കോൺഫിഗറേഷൻ ദ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ഗോസസ് ലോ. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യം. ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്, ദാറ്റ് ഈസ് ഫൈ ഇസ് ഈക്വൽ ടു എന്താണ്, ഫൈ ഇസ് ഈക്വൽ ടു Q/ε0. എങ്ങനെ Q/ε0, നമ്മൾ സാധാരണ പറയുമ്പോൾ എങ്ങനെ പറയും, 1/ε0 ഇൻറ്റു ക്യൂ എൻക്ലോസ്. അതന്നെയല്ലടാ ഇവിടെ തന്നുള്ളത് അല്ലെ, അതന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. റെഡി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് P ഡ്യൂ ടു തിൻ ഷെൽ ഓഫ് റേഡിയസ് R when the point is at a distance R from the center of the shell അല്ലെ. ഇത് ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലായത് എന്താണ്, ഒരു റിപ്പീറ്റഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെ, റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സിമ്പിൾ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Okay? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ തന്നിട്ടുള്ള എന്താന്ന് വെച്ചാല് വോളിയം ഡെൻസിറ്റി അല്ലെ, വോളിയം ചാർജ് ഡെൻസിറ്റി. എന്താ വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാല്, വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാല് റോ ഇസ് ഈക്വൽ ടു എന്താ, ചാർജ് ക്യൂ ബൈ വോളിയം ആണ് അല്ലെ. എന്താണ്, ചാർജ് ക്യൂ ബൈ വോളിയം ആണ്. റെഡി ആണല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം ഇവിടെ എന്താ ചോദിച്ചത് നോക്കാം ആദ്യം അല്ലെ. എന്താണ് ചോദിച്ചുള്ളത്, a sphere of radius a is made up of insulating material and has charge distributed uniformly. അപ്പോൾ ഇവിടെ തന്നത് യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്താണ്, യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇവിടുത്തെ വോളിയം ചാർജ് ഡെൻസിറ്റി എന്താണ്, കോൺസ്റ്റന്റ് ആണ് അല്ലെ. എത്ര വോളിയം എടുക്കണം അതിനനുസരിച്ച് എന്തുണ്ടാവും, ചാർജ് ഉണ്ടാവും അല്ലെ. നമുക്ക് ഇവിടെ എഴുതാൻ പറ്റിയ കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ രണ്ട് സ്ഫിയർ വെച്ച് എഴുതുകയാണെങ്കിൽ അല്ലെ, വോളിയം ചാർജ് ഡെൻസിറ്റി റോ എന്ന് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, റോ ഇസ് ഈക്വൽ ടു ഫസ്റ്റത്തെ കേസിൽ എങ്ങനെ എഴുതാം, അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ചാർജ് എത്രയാണോ, അതിന്റെ ഉള്ളിലുള്ള ചാർജ് എത്രയാണോ ആ ചാർജ് എൻക്ലോസ്ഡ് ബൈ അതിന്റെ വോളിയം എന്താ അല്ലെ, വോളിയം അറ്റ് റേഡിയസ് r, അതായത് ക്യൂ എൻക്ലോസ് അറ്റ് റേഡിയസ് r. അതേപോലെ തന്നെ എന്ത് എഴുതാം, ക്യൂ എൻക്ലോസ് അറ്റ് റേഡിയസ് a ബൈ വോളിയം അറ്റ് റേഡിയസ് a. ഈ രണ്ട് കേസ് എന്താണ് ഇവിടെ വാലിഡ് ആണ്. എന്തുകൊണ്ട് വാലിഡ്, കാരണം ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞത് യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞു. റെഡി.
നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡിറൈവ് ചെയ്തെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ നോക്കാം. നമുക്കറിയാം ഇവിടെ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഗോസസ് ലോ യൂസ് ചെയ്യണം അല്ലേ. എന്താ, ദാറ്റ് ഈസ് ഇ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഡി എസ് ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ എൻക്ലോസ്ഡ്. അപ്പോൾ ഇവിടുന്ന് ക്യൂ എൻക്ലോസ്ഡ് ഇക്വേഷൻ എങ്ങനെ എഴുതുക, നമുക്ക് ഇവിടുന്ന് എങ്ങനെ എഴുതിക്കൂടെ, ക്യൂ എൻക്ലോസ്ഡ് ഇസ് ഈക്വൽ ടു എന്താ, ദാറ്റ് ഈസ് വോളിയം ചാർജ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 4/3πr³ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തുള്ള എന്താ, ഈ സ്മോൾ സ്ഫിയറിൽ ഏത്, ഇതാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത്. റെഡി ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ഇനി നമുക്കറിയാം ഈ റോ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഈ റോ എന്ന് പറഞ്ഞാൽ വലിയ സ്ഫിയറിനെ കൺസിഡർ ചെയ്ത് എങ്ങനെ എഴുതിക്കൂടെ, എങ്ങനെ, ദാറ്റ് ഈസ് ക്യൂ ബൈ വോളിയം ഓഫ് ദാറ്റ് ബിഗ് സ്ഫിയർ എന്ന് എഴുതിക്കൂടെ. അപ്പൊ അങ്ങനെ എഴുതിയപ്പോൾ നമുക്ക് കിട്ടിയ കാര്യമാണ് എന്ത്, റോക്ക് പകരം ഇവിടെ എന്ത് ചെയ്തിടാൻ നോക്കിയേ, റോക്ക് പകരം നമ്മൾ ചെയ്ത കാര്യമാണ് ഇവിടെ എന്ത്, 4/3πr³ എന്ന് എഴുതിയില്ല, Q/4/3πr³. ഇത് ആരെ പകരം എഴുതിയത്, ഇവിടെയുള്ള റോക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ട്രാൻസ്ലേഷന്റെ ശേഷം നമുക്ക് എന്താ കിട്ടിയത്, ഇതാണ് ഇക്വേഷൻ. ഇത് ഇക്വേഷൻ E is equal to 1/4πε0 QR/a³. റെഡി ആണല്ലോ, സിമ്പിൾ ആണല്ലോടാ. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റേഡിയസിലെ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ ഓൾറെഡി ഉള്ള ദൂരം, ദാറ്റ് ഈസ് എ ആണ്. അപ്പോൾ ലെസ് ദാൻ ആണെങ്കിലുള്ള കേസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ യൂണിഫോം ചാർജ് ഡെൻസിറ്റി ആയിട്ടുള്ള കേസിൽ അതിന്റെ റേഡിയസ്, ടോട്ടൽ റേഡിയസ് എ ആണെങ്കിൽ അതിൽ ലെസർ പോയിന്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആറിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. റെഡി ആണല്ലോ, ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോകാം. റെഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയടാ, ഹൗ മച്ച് ഗ്രേറ്റർ ഈസ് 1 മൈക്രോകൂളം കമ്പയർഡ് ടു 1 ഇലക്ട്രോണിക് ചാർജ്. എന്താ 1 ഇലക്ട്രോണിക് ചാർജ് എന്ന് പറഞ്ഞാൽ, പറഞ്ഞേ 1 ഇലക്ട്രോണിക് ചാർജ് ഇസ് ഈക്വൽ ടു, പറഞ്ഞേടാ എന്താ 1 ഇലക്ട്രോണിക് ചാർജ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻19 കൂളംസ് അല്ലേ. ഇനി നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താ 1 മൈക്രോകൂളം, എങ്ങനെ 1 മൈക്രോകൂളം എന്ന് എഴുതാം, ദാറ്റ് ഇസ് ഈക്വൽ ടു 10⁻⁻6 കൂളം. എന്താടാ 10⁻⁻6 കൂളം. അപ്പോൾ ഇത് തമ്മിലുള്ള എത്ര ടൈംസ് ഡിഫറൻസ് ആണ് അല്ലേ, നമുക്ക് നോക്കാം എത്ര ടൈംസ്, ലെറ്റ് ഇറ്റ് ബി n എന്ന് എഴുതാം അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് 1 മൈക്രോകൂളം എത്ര ഗ്രേറ്റർ ആണെന്നല്ലേ ചോദിച്ചത്. അപ്പൊ 10⁻⁻6/1.6 ഇൻറ്റു 10⁻⁻90. ഇത് ക്യാൻസൽ ചെയ്താൽ മുകളിൽ എന്ത് വരും, 10⁻13 പവർ വരും. അപ്പൊ ഇവിടെ ഉണ്ട് എന്താ 10⁻13 പവർ ആണ് ഗ്രേറ്റർ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, എ പോയിന്റ് ചാർജ് 2 മൈക്രോകൂളം ഈസ് പ്ലേസ്ഡ് അറ്റ് എ സെന്റർ ഓഫ് എ ക്യൂബിക് ഗോഷ്യൻ സർഫസ് ഓഫ് സൈഡിൽ. അപ്പൊ സൈഡിന്റെ വാല്യൂ ശരിക്കും ആവശ്യമില്ല, നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ വാല്യൂ തന്നത് അല്ലേ. വാട്ട് ഈസ് എ നെറ്റ് ഫ്ലെക്സ്, നമുക്ക് സിംപ്ലി എന്ത് ചെയ്താൽ മതിടാ, ഗോസസ് ലോ അങ്ങ് അപ്ലൈ ചെയ്താൽ മതിയില്ല. എന്ത് ഗോസസ് ലോ, φ is equal to 1/ε0 ഇൻറ്റു ക്യൂ എൻക്ലോസ് അല്ലേ. 1/ε0 ലൈക്ക് ε0ന്റെ വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം, എന്താ 8.85 ഇൻറ്റു 10⁻12 അല്ലേ, ഇൻറ്റു ക്യൂ എൻക്ലോസ്ഡ് എന്താ 2 മൈക്രോ അല്ലടാ, മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ 10⁻6 ആണ്. റെഡി, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.26 ഇൻറ്റു 10⁻5 എന്ന് വരും. റെഡി, പെട്ടെന്ന് പോകണം അല്ലേ. ഓക്കെ, റെഡി. നോക്കിയേ, ഗോസസ് തിയറം ഈസ് യൂസ്ഫുൾ ഇൻ ഡിറ്റർമൈൻ ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് സോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഹാസ് എ സിമെട്രി. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം എ യൂണിഫോംലി ചാർജ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് അല്ലേ. പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിന്റെ ഇക്വേഷൻ എന്താ, ഇ ഇസ് ഈക്വൽ ടു എന്താ σ/2ε0 ആണ് അല്ലേ. അപ്പൊ റേഡിയസ് ഉണ്ട് അവിടെ ഇല്ലല്ലോ, റേഡിയസ് ഇല്ലല്ലോ, നമുക്ക് എന്താ എഴുതാം, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഡിസ്റ്റൻസ് ആർ. The thin spherical shell of radius r has surface charge density സിഗ്മ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ വോളിയം ചാർജ് ഡെൻസിറ്റി, നമ്മുടെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ ഗോസസ് തിയറം വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇലക്ട്രിക് ഫീൽഡ് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടെത്താം അല്ലെ. സിമിലർ പാറ്റേൺ നമ്മൾ എല്ലാത്തിലും യൂസ് ചെയ്യണം, എന്താ ഗോസസ് ലോ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം അല്ലെ. എന്താ എഴുതാം, ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് അറിയാവുന്ന കേസ് ആണല്ലേ, ഇവിടെ എന്താ കോസ് തീറ്റ അല്ലെ, കോസ് തീറ്റയുടെ വാല്യൂ എന്താണ് 1 ആണ് അല്ലെ. എന്ത് കാരണം, തീറ്റ 0 ആണ് അല്ലെ. ഡി എസും അല്ലെ, ഇവിടെ നോക്കിയേ ഡി എസും ഇലക്ട്രിക് ഫീൽഡ് എന്താണ് സെയിം ഡയറക്ഷനിലാണ് അല്ലെ. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡി എസ് എന്താ, ഇവിടുത്തെ ഡി എസ് എന്താടാ, ഇവിടുത്തെ ഡി എസ് 4πr² ആണ് അല്ലെ, 4πr² ആണ്. ഇനി നമുക്കറിയാം എന്താ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ, സർഫസ് ചാർജ് ഡെൻസിറ്റി. എന്താ സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഏരിയ. എന്താടാ, ക്യൂ ബൈ ഏരിയ. അപ്പൊ അവിടെ ചാർജ് ഉള്ള റീജിയൻ എന്താ, ചെറിയ റേഡിയസ് ഉള്ള റീജിയൻ ആണ്, അതുകൊണ്ടാണ് 4πr² അവിടെ ഏരിയ എടുത്തത്. റെഡി. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഗോഷ്യൻ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്മോൾ റേഡിയസ് ആർ ഉള്ളത് അല്ലെ. അപ്പൊ അവിടുത്തെ ഡി എസ് എടുക്കുമ്പോൾ 4πr² സ്മോൾ ലെറ്റർ ആറും, ഇവിടുത്തെ ഏരിയ എടുക്കുമ്പോൾ അല്ലെ, ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ള ഏരിയ ആണ് എടുക്കാൻ അല്ലെ. ചാർജ് ഉള്ള ഏരിയ ഏതാടാ, ഈ ചാർജ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ റീജിയൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ, ദാറ്റ് ഈസ് ഇവിടെ രണ്ടും കമ്പയർ ചെയ്ത ഇതിന്റെ ഇക്വേഷൻ എന്താ, സിഗ്മ ഇൻറ്റു r²/ε0 ഇൻറ്റു സ്മോൾ r². റെഡി ആണല്ലോ. ഇതും ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. റെഡി, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ഹൗ മെനി ഇലക്ട്രോൺ കോൺസ്റ്റിറ്റ്യൂട്ട് അല്ലെ. ഇപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താ ക്വാണ്ടൈസേഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അല്ലെ, എന്താ ദാറ്റ് ഈസ് ക്യൂ ഇസ് ഈക്വൽ ടു എൻ എന്ന് എഴുതിയാൽ അല്ലെ. എന്നിന്റെ ഇക്വേഷൻ എന്താ, എൻ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഇ അല്ലെ. നമുക്ക് ക്യൂ എത്രയാ, ചാർജ് എത്രയാ, 10
അതായത് -16 × 10⁻⁻6 ബൈ 1.6 × 10⁻⁻19. അപ്പോൾ ഇത് ചെയ്താൽ എന്ത് കിട്ടൂടാ? 10⁻⁻19ഉം 10⁻⁻6ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ എത്ര വരും? അല്ലേ? എത്ര വരുടാ? 10⁻13 വരും. അതിനോടൊപ്പം ഇവിടെ ക്യാൻസൽ ചെയ്താൽ 10⁻−1 ഉണ്ട്. അത് മോളിലേക്ക് വരുമ്പോൾ 10⁻1 വരും അല്ലേ? അപ്പൊ ടോട്ടൽ എന്തായി? 10⁻14 ആയി അല്ലേ? അപ്പൊ ആൻസർ 10⁻14 വരും. സിമ്പിൾ അല്ലടാ? സിമ്പിൾ ആണ്. ഓക്കെ, റെഡി. ഇനി അടുത്ത് നോക്കിയടാ. ഇലക്ട്രിക് ഡൈപോൾ ഈസ് എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പോയിന്റ് ചാർജസ്. ഒക്കെ നമുക്കറിയാം. എന്താണ് എക്സ്പ്രഷൻ ഫോർ ഡൈപോൾ മൊമെന്റ്? എന്താ ഡൈപോൾ മൊമെന്റ് എക്സ്പ്രഷൻ? എന്താ നമുക്കറിയാം. എന്താ ഡൈപോൾ മൊമെന്റ്? P is equal to Q into R. പക്ഷെ നമ്മൾ ജനറലി എങ്ങനെ എഴുതാറ്? നമ്മൾ കോമൺലി എഴുതുക എങ്ങനെയാന്ന് വെച്ചാൽ ഡൈപോൾ മൊമെന്റ് P is equal to ഡൈപോൾ ലെങ്ത് 2a into Q അല്ലെ? എന്താണ് ഡൈപോൾ ലെങ്ത് 2a into Q എന്ന് എഴുതും. റെഡി ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ എന്താ? സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് വെൻ ഇലക്ട്രിക് ഡൈപോൾ ഇസ് സബ്ജക്ട് ടു എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വാട്ട് വിൽ ഹാപ്പൻ അല്ലെ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ വെച്ചാൽ എന്തുണ്ടാവും? നമ്മൾ പഠിച്ച ടോർക്കിന്റെ കേസ്, അവിടെ ഒരു ടോർക്ക് ഉണ്ടാവില്ല. ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? P ക്രോസ് E അല്ലെങ്കിൽ PE സൈൻ തീറ്റ എന്ന് പറയാം. റെഡി ആണല്ലോ? ഓക്കെ, നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 3 വർഷത്തോളം അത് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്റർസെക്ട് ചെയ്താൽ എന്താ പ്രശ്നം? ഇന്റർസെക്ട് ചെയ്ത പ്രശ്നം എന്താ വെച്ചാൽ ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എടുക്കുകയാണെങ്കിൽ അല്ലെ, ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ എന്തുണ്ടാവൂടാ? ദർ വിൽ ബി 2 ഡയറക്ഷൻ. അങ്ങനെ പോസിബിൾ ആണോ? അല്ല, ഒരിക്കലും പോസിബിൾ അല്ല. അങ്ങനെ ഒരു പോയിന്റിൽ 2 ഡയറക്ഷൻ പോസിബിൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറയുന്നത് ഇന്റർസെക്ഷൻ പോസിബിൾ അല്ല എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ എന്താണ്? റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നിയർ ടു ദി സർഫസ് ഓഫ് കണ്ടക്ടർ അല്ലെ? കണ്ടക്ടറിന്റെ എന്താണ്? ദാറ്റ് ഈസ് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. നെക്സ്റ്റ് നോക്കിയേ. ഗോസസ് തിയറം അല്ലെ? റൈറ്റ് ഗോസസ് ലോ ഇൻ മാത്തമാറ്റിക്കൽ ഫോം. എന്താ? ദാറ്റ് ഈസ് കംപ്ലീറ്റ് ഫോം എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഫൈ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ക്യൂ എൻക്ലോസ് എന്ന് എഴുതാം. റെഡി ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള സാധനം. ഓക്കെ, റെഡി. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ് എന്ത്? പ്ലെയിൻ ഷീറ്റും ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടറിന്റെയും ഇലക്ട്രിക് ഫീൽഡ് ഡിറൈവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗോസസ് ലോ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെയും അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ആലോചിക്കുക. ഒന്ന് എന്താണ്? അതായത് ടോട്ടൽ ഫ്ലക്സ് എത്രയെന്ന് കണ്ടുപിടിക്കുക. എന്താണ്? ടോട്ടൽ ഫ്ലക്സ് എത്രയെന്ന് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് നമുക്കറിയാവുന്ന കാര്യം പോലെ എന്താണ്? ദാറ്റ് ഈസ് ക്യൂ എൻക്ലോസ്ഡ് ഇല്ലേ? അതായത് ഈ ക്യൂ എൻക്ലോസ്ഡിനെ എന്ത് ചെയ്യുക? സർഫസ് ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ ടേംസിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഇക്വേറ്റ് ചെയ്താൽ മതി. നമുക്ക് നോക്കാം എന്താണ്. ഓക്കെ, ക്യൂ എൻക്ലോസ്ഡിന് ഇവിടെ ഒന്നെങ്കിൽ സിഗ്മ എ ലാംഡ ലാംഡ ഇൻറ്റു എൽ അല്ലെ? നമ്മൾ ഇൻഫിനിറ്റ് ലോങ് കണ്ടക്ടറിൽ അങ്ങനെയാണ് എഴുതുക. ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് അപ്ലൈ ചെയ്താൽ മതി? നമ്മൾ എന്ത് അപ്ലൈ ചെയ്താൽ മതി? ഗോസസ് ലോ. അതിന് മുമ്പ് എന്താണ് ഫൈ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്ലക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗറിൽ നോക്കിയാൽ അറിയാം എവിടെ നോക്കിയാൽ ഫ്ലക്സ് ഉണ്ടാവുക. ഇത് എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജ് അല്ലേ? പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ? പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഇങ്ങോട്ട് ഫീൽഡ് ലൈൻസ് പോകും, ഇങ്ങോട്ട് ഫീൽഡ് ലൈൻസ് പോകും അല്ലെ? ഔട്ട്വേർഡ് അല്ലെ? റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഏതൊക്കെ റീജിയനിലാണ് ഫ്ലക്സ് ഉണ്ടാവുക? നമുക്കറിയാം എന്തൊക്കെ. അതായത് ഈ റീജിയനിലും ഫ്ലക്സ് ഉണ്ടാവും, ഈ റീജിയനിലും അല്ലെ? ഒരു സിലിണ്ടറിക്കൽ ആണ് ഗോഷ്യൻ സർഫസ് അല്ലെ? ഗോഷ്യൻ സർഫസ് സിലിണ്ടറിക്കൽ ആകുമ്പോൾ എന്താ? അതായത് ഈ രണ്ട് റീജിയനും വേണം. അതുകൊണ്ടാണ് ഈ ഇൻറ്റു ഏരിയ നോക്കുമ്പോൾ നമ്മൾ എന്തെടുത്തത്? 2a എന്നുള്ള ഏരിയ എടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് വി ഹാവ് റിട്ടൺ ഇ ഇൻറ്റു 2a. ഇനി നമുക്കറിയാം ചാർജ്, അതായത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെങ്കിൽ ക്യൂ എൻക്ലോസ് എന്ത് എഴുതാം? സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ് ബൈ എ. അപ്പൊ ക്യൂ എൻക്ലോസ് എന്താ? സിഗ്മ ഇൻറ്റു എ. അപ്പൊ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് എന്താ അപ്ലൈ ചെയ്യുക? ഗോസസ് ലോ അപ്ലൈ ചെയ്യുക. phi is equal to 1/ε0 into q enclosed എന്താ? 1/ε0 into sigma a. ഇനി ഫൈയുടെ രണ്ട് ടേംസ്, ഒന്ന് ഫൈയുടെ ജനറൽ ഇക്വേഷൻ എന്താ? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അതിന്റെ വാല്യൂ അക്കോർഡിംഗ് ടു ഗോസസ് ലോ ഉള്ള വാല്യൂ കൂടി അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ആണ്. ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2/ε0. ഇതിൽ നിന്നുള്ള നമുക്ക് വാല്യൂ പോയിന്റ് ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഡിസ്റ്റൻസ് ആർ അല്ലെ? ഡിസ്റ്റൻസ് ആറിന് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം എന്താ വെച്ചാൽ സിഗ്മ എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ വാല്യൂനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓർക്കേണ്ടത്. റെഡി? ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോകാം അല്ലെ? 2018 മാർച്ച് ചോദ്യം. 2018 മാർച്ചിൽ ചോദിച്ച ചോദ്യം എന്താടാ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആർ പ്ലേസ്ഡ്. റീഡ്രോ ദിസ് ഡയഗ്രാം ആൻഡ് ഷോ ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് ആൻഡ് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെ? ഇത് നമ്മൾ ഡെറിവേഷനിൽ കൃത്യമായിട്ട് പഠിക്കണമാണ് അല്ലെ? അതായത് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എവിടുന്ന? ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ? ഇനി ഇലക്ട്രിക് ഫീൽഡ് എന്താ? ഇറ്റ് ഈസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ് ഓഫ് ദി ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ് അല്ലെ? റെഡി?
രണ്ടാമത്തെ ചോദ്യം എന്താ? റൈറ്റ് an equation to find out the electric field at a point P. പോയിന്റ് പി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ പോയിന്റ് അറ്റ് ദി ഇക്വറ്റോറിയൽ പോയിന്റ്. അപ്പൊ ഇക്വറ്റോറിയൽ പോയിന്റിലെ ഇത് ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് അല്ലെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു അല്ലെ എന്തെഴുതും? ഈ ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു പി ബൈ ആർ ക്യൂബ് എന്ന് എഴുതൂല. എന്താണ്? പി ബൈ ആർ ക്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡിറൈവ് ദി എക്സ്പ്രഷൻ. അപ്പോൾ ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണല്ലേ, കൈൻഡ് ഓഫ് ട്രിക്കി ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം എന്താ ക്വസ്റ്റ്യൻ നോക്കാം. റെഡി? നോക്കാം. എന്താ? ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഓൺ ദി സർഫസ് എസ്. ഇന്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെ, ജസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വേണ്ട. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? എഗെയിൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഗോസസ് ലോ ആണ്. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ, S2 എന്ന് പറഞ്ഞാൽ ഔട്ടർ സ്ഫിയർ ആണ്. അപ്പൊ ഏതൊക്കെ ചാർജ് വരും? Q ഉണ്ട്, 2Q ഉണ്ട്. ടോട്ടൽ ചാർജ് എത്രയാടാ? 2Q പ്ലസ് 2Q ദാറ്റ് ഈസ് ഈക്വൽ ടു 3Q. വേറെ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇനി ഈ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു എന്താ സ്ഫെറിക്കൽ സർഫസ് അല്ലേ? സ്ഫെറിക്കൽ സർഫസിന്റെ ഏരിയ എന്താടാ? ദാറ്റ് ഈസ് 4πr². ഇനി ഈ ചോദിച്ചാൽ ഇതിനപ്പുറത്ത് കൊണ്ടുപോയാൽ മതി അല്ലേ? 1/4πε0 ഇൻറ്റു 3Q/r² എന്നുള്ള ഒരു ഇക്വേഷനിലോട്ടാണ് വരിക. ഈ ചോദ്യം എന്താ? റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ S1 ആൻഡ് S2 അല്ലെ. ഫ്ലക്സ് എന്താ? ഫ്ലക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു അക്കോർഡിംഗ് ടു ഗോസസ് ലോ 1/ε0 ഇൻറ്റു Q എൻക്ലോസ്ഡ്. S1ന്റെ കേസിൽ Q എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ Q മാത്രമേ ഉള്ളൂ. S2 എന്ന് പറയുമ്പോൾ Q ഉണ്ട് അല്ലെ, Q ഉണ്ട്, അതുപോലെ തന്നെ 2Q ഉണ്ട്. അതായത് എത്ര വരും? 3Q വരും അല്ലെ. അപ്പോൾ റേഷ്യോ എന്താടാ? 1:3 എന്നുള്ള സിമ്പിൾ റേഷ്യോ കിട്ടും. റെഡി ആണല്ലോ? ഓക്കെ. 2018 ക്വസ്റ്റ്യൻ നോക്കാം. കൂളംസ് ലോ ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെന്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദി ദിസ് ലോ എന്താ? ഫോഴ്സ് ഏതാണ്? അത് കൂളംസ് ലോ ആണല്ലേ. 1/4πε0 ഇൻറ്റു Q1 Q2/r². ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താ? 2 അയോൺസ് അല്ലെ വിത്ത് ഫോഴ്സ് തന്നിട്ടുണ്ട്, റിപ്പലിംഗ് ഫോഴ്സ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഹൗ മെനി ഇലക്ട്രോൺസ്? അപ്പൊ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യമാണ് അല്ലെ. നമുക്ക് ചോദിച്ചത് എന്താടാ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താണ്? അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? Q is equal to NE എന്നല്ലടാ ഇക്വേഷൻ. നമുക്ക് Q വേണം അല്ലെ. എവിടുന്ന Q കിട്ടുക? നമുക്ക് ഈ ഇക്വേഷനിൽ എന്തൊക്കെ അറിയാം? നമുക്ക് ഡിസ്റ്റൻസ് അറിയാം, ഫോഴ്സ് അറിയാം, ഇതിന്റെ വാല്യൂ അറിയാം. അപ്പൊ നമുക്ക് ഈ ചാർജ് ആണ് ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തേണ്ടത് അല്ലെ. ചാർജ് കണ്ടെത്താൻ എന്താ? ചാർജ് കണ്ടെത്താൻ ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ അറിയുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടൂടാ? ചാർജ് കിട്ടും. ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്? ഇവിടുത്തെ ചാർജ് എത്രയാടാ? 6.41 ഇൻറ്റു 10⁻⁹ അല്ലെ. അപ്പോൾ നമുക്ക് ഇനി കിട്ടുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര ഉണ്ടെന്ന് സിമ്പിളായി കണ്ടുപിടിച്ച് വിടറാ. എങ്ങനെ? ദാറ്റ് ഈസ് N is equal to Q/E അല്ലെ. ടോട്ടൽ ചാർജ് തന്നിട്ടുണ്ട്, പിന്നെ ഒരു ഇലക്ട്രോണിക് ചാർജ് കിട്ടിയാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് കിട്ടിയത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഓക്കെ, സിമ്പിൾ ആണല്ലോ, മനസ്സിലായല്ലോ. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മതി അല്ലെ. ഏത്? കൂളംസ് ലോന്റെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2019 ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ഈ ഡയഗ്രം നോക്കിയടാ. ഇതിൽ നമുക്ക് എന്ത് ചാർജ് ആണ് മനസ്സിലാവുക? അതായത് നമുക്ക് ഇതിലുള്ള ഡയറക്ഷൻ വേണമെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ചെയ്ത് അല്ലെ. ഇങ്ങനെ പുറത്തേക്കാണ് പോകുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പൽ ചെയ്യുന്നുണ്ട് അല്ലെ. നോക്കിയാ ഇവിടെ നോക്കിയടാ, ഇത് രണ്ടും എന്താ? റിപ്പൾഷൻ. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ? ഇതും പോസിറ്റീവ് ആവണം, ഇതും എന്താവണം? പോസിറ്റീവ് ആവണം അല്ലെ. അതായത് Q1 ആൻഡ് Q2 മസ്റ്റ് ബി പോസിറ്റീവ്. ഇനി ഗോസസ് ലോ റിലേറ്റ്സ് ഇലക്ട്രിക് ഫ്ലക്സ്. വാട്ട് ഈസ് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്? ഫൈ എന്താ? ഫൈ ഈസ് ഈക്വൽ ടു എന്താ? ഫൈ ഈസ് ഈക്വൽ ടു E ഇൻറ്റു A എന്നല്ലടാ, അല്ലെങ്കിൽ E ഇൻറ്റു DS എന്നല്ലേ. E എന്താ? E എന്ന് പറഞ്ഞാല് F/Q ആണ് അല്ലെ. F/Q ഇൻറ്റു ഏരിയ. എന്താ? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ചാർജ് എന്ന് പറഞ്ഞാൽ കൂളംസ്. എന്താ? ഏരിയ മീറ്റർ സ്ക്വയർ. അപ്പൊ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം ആൻസർ കിട്ടും. റെഡി? ഇനി ഗോസസ് ലോ വെച്ചിട്ട് ഇൻഫിനിറ്റ്ലി ലോങ് വയർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ചെയ്യേണ്ടത്? ആദ്യം ടോട്ടൽ ഫ്ലക്സ് വരുന്ന റീജിയനിലെ സർഫസ് ഏരിയ മൊത്തം എത്രയാ നോക്കാം. എന്താ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ? സിലിണ്ടറിക്കൽ ഏരിയ മൊത്തം ഉണ്ടാവും അല്ലെ. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു πRL. എന്താണ്? 2πr ഇൻറ്റു L. നമുക്ക് അറിയാവുന്ന കാര്യം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഇവിടുത്തെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ആണെങ്കിൽ ലാംഡ ഇൻറ്റു L ആണെന്ത്? Q എൻക്ലോസ്ഡ്. നേരത്തെ അതേപോലെ തന്നെ എന്ത് ചെയ്യാം? ഒന്ന് ഡയറക്ട്ലി ബൈ അപ്ലൈയിങ് ദി ഇക്വേഷൻ ഫോർ ഫ്ലക്സ്. രണ്ടാമത്തെ കാര്യം വി ആർ അപ്ലൈയിങ് ദി ഗോസസ് ലോ. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? അതായത് Q എൻക്ലോസ്ഡ് പകരം ലാംഡ ഇൻറ്റു L എഴുതിയാൽ ലാസ്റ്റ് ഇക്വേഷൻ കിട്ടും 1/2πε0 ഇൻറ്റു λ/r. ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാവുന്നത്? അതായത് ഇവിടെ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്നുള്ള റിലേഷനും നമുക്ക് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആ രണ്ട് ക്വസ്റ്റ്യൻ ഏതാ? അതായത് സർഫസിലുള്ള, അതായത് ഇൻഫിനിറ്റി ലോങ് സർഫസും അതുപോലെ തന്നെ ഇൻഫിനിറ്റി ലോങ് കണ്ടക്ടറിന്റെയും എന്ത് ചെയ്യണം? ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുന്ന ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ടല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്?
പോവരുത്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഇക്വറ്റോറിയൽ ടു ദി ആക്സിയൽ പോയിന്റ്. എന്താണ് ഇക്വേഷൻ? നമ്മൾ ഓൾറെഡി എഴുതിയതാണ്, ഒന്നുകൂടി എഴുതുക. എന്താ? ഇ ആക്സിയൽ ബൈ ഇ ഇക്വറ്റോറിയൽ ആണ് അല്ലെ? ഇ ആക്സിയൽ ബൈ ഇ ഇക്വറ്റോറിയൽ. ആക്സിയൽ എഴുതുമ്പോൾ എന്ത് എഴുതും? ദാറ്റ് ഈസ് 1/4πε0 ഇൻറ്റു 2p/r³ അല്ലെ? ഇക്വറ്റോറിയൽ എഴുതുമ്പോൾ 1/4πε0 ഇൻറ്റു p/r³ അല്ലെ? ഇതും ക്യാൻസൽ ആയി, പിയും ക്യാൻസൽ ആയി. എന്താ റേഷ്യോ? 2:1. അപ്പോൾ ഇവിടെ ആക്സിയൽ ടു ഇക്വറ്റോറിയൽ, ഇവിടെ ചോദിച്ചത് ഇക്വറ്റോറിയൽ ടു ആക്സിയൽ, അതുകൊണ്ട് എന്താണ് ആൻസർ? ഇവിടെ 1:2 ആണ് ആൻസർ. അപ്പൊ അത് ശ്രദ്ധിക്കണം മക്കളെ. ഓക്കെ, റെഡി? ഇനി അടുത്ത ചോദ്യം നോക്കാം. എ ക്ലോസ് സർഫസ് എൻക്ലോസ് ഇൻ ഇലക്ട്രിക് ഡൈപോൾ അല്ലെ? അതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ഇലക്ട്രിക് ഫ്ലക്സ്? അത് നോക്കിയടാ. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ചാർജസ് അല്ലടാ. ഇപ്പൊ ക്യൂ എൻക്ലോസിന്റെ വാല്യൂ എന്തായിരിക്കും? അപ്പൊ ആ കേസിൽ ക്യൂ എൻക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഈക്വൽ മാഗ്നിറ്റ്യൂഡിൽ ആഡ് ചെയ്താൽ എന്താവും? 0 കിട്ടും. ക്യൂ എൻക്ലോസ് 0 ആയ കാരണം ഫ്ലക്സ് എന്തായടാ? 0 ആയി. ഓക്കെ, അതാണ് അതിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. റെഡി? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എ സ്ഫെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് r തന്നിട്ടുണ്ട്. യൂണിഫോം ചാർജ് ഡെൻസിറ്റി ക്യൂ ഉണ്ട്. ഗോസസ് ലോ വെച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഔട്ട് സൈഡ് ഇൻസൈഡ്. നമ്മൾ ഓൾറെഡി ചെയ്തതല്ല മക്കളെ, നമ്മൾ ഓൾറെഡി പഠിച്ച സാധനമാണ്. എന്താ? E is equal to 1/4πε0 ഇൻറ്റു q/r². ഔട്ട് സൈഡും ഇൻസൈഡ് ഈ 0 ആണ്. അവിടെയും കാരണം എന്താ? അവിടുത്തെ റീസൺ എന്താ? ക്യൂ എൻക്ലോസ്ഡ് 0 ആയ കാരണമാണ്. റെഡി? ഇനി 2019 സേ ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ചാർജ് കണ്ടക്ടർ. നമ്മൾ പറഞ്ഞതാണല്ലേ, ഈ അവിടെ ചാർജ് കണ്ടക്ടറിന്റെ ഇൻസൈഡ് ആവുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ് അല്ലേ? നെയിം ദ തിയറം യൂസ് ടു ഫൈൻഡ് ദി ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദി സർഫസ് എൻക്ലോസിംഗ് ചാർജ്. അതായത് ഗോസസ് ലോ. അത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി യൂസിംഗ് ദിസ് തിയറം ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി പ്ലെയിൻ ഷീറ്റ്. അഗെയിൻ റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡൈപോൾ ഇസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇനി അല്ലെ, ഒരു ഡൈപോളിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ കണ്ടെത്തണം. എപ്പോഴാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താന്ന് കാണണം. എന്താണ് ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി കറസ്പോണ്ടിങ് ടു സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നുള്ള 3 ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. റെഡി? അപ്പോൾ ഈ പാർട്ടില് എക്സ്പ്രഷൻ ഫോർ ടോർക്കില് എന്താ ടോർക്ക് എന്ന് പറഞ്ഞാൽ? ടോർക്ക് ഇസ് ഈക്വൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ? എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇനി ഇവിടെ നോക്കിയടാ, ഈ ട്രയാങ്കിൾ നോക്കിയേ. ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താ? ഏതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ? നമുക്ക് എന്ത് എഴുതാം? AC ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ബിഫോർ ദാറ്റ് ഇവിടുന്ന് ഈ ട്രയാങ്കിളിൽ നിന്ന് അല്ലെ, ഈ ട്രയാങ്കിൾ സൈൻ തീറ്റ എടുത്ത് എന്താ കിട്ടുക? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു അല്ലെ, ഓപ്പോസിറ്റ് ഏതാ? AC ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാ? ഡിസ്റ്റൻസ് അല്ലെ? ഡിസ്റ്റൻസ് 2a അല്ലെ? ദാറ്റ് ഈസ് ദി ഡൈപോൾ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 2a സൈൻ തീറ്റയാണ് ആര് മക്കളെ? 2a സൈൻ തീറ്റയാണ് AC അല്ലെ? AC എന്താടാ? 2a സൈൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ 2a സൈൻ തീറ്റ ഇൻറ്റു ഫോഴ്സ് അല്ലെ? ഫോഴ്സ് എന്താ നമുക്കറിയാം? ഫോഴ്സ് ഇസ് ഈക്വൽ ടു Q ഇൻറ്റു E ആണ് അല്ലെ? Q ഇൻറ്റു E ഇൻറ്റു 2a സൈൻ തീറ്റ ചെയ്താൽ 2aq എന്ന് പറഞ്ഞാൽ എന്താ? 2aq എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് P. PE സൈൻ തീറ്റ അല്ലെ? PE സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ P ക്രോസ് E. നെക്സ്റ്റ് ചോദിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലെ? എന്താണ്? അതായത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആൻഡ് അൺസ്റ്റേബിൾ എന്താണ്? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാണ് ഇക്വിലിബ്രിയം ആവുക? അതായത് ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? ടോർക്ക് ഇസ് ഈക്വൽ ടു PE സൈൻ തീറ്റ എന്നാണ് ഇക്വേഷൻ. എന്താണ്? PE സൈൻ തീറ്റ എന്നാണ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ടോർക്ക് എപ്പോഴാണ് 0 ആവുക? ടോർക്ക് 0 ആവണമെങ്കിൽ എന്താവണം? സൈൻ തീറ്റ 0 ആവണം. സൈൻ തീറ്റ 0 ആവണം. 2 കണ്ടീഷൻ പറഞ്ഞ മക്കളെ. അത്രേ ഉള്ളൂ. അതായത് ഒന്ന് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി, തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലെ? തീറ്റ 0 ഡിഗ്രിയും തീറ്റ 180 ഡിഗ്രി. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീറ്റ 0 ഡിഗ്രി വരുന്ന കേസാണ് ഏത്? അതാണ് എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഒരേ ഡയറക്ഷൻ. അതായത് ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡും ഒരേ ഡയറക്ഷൻ അല്ലെ? ഇനി 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ആന്റി പാരലൽ. ദാറ്റ് മീൻസ് ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ദേ ആർ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെ എന്താണ്? ദേ ആർ ഇൻ ദി സെയിം ഡയറക്ഷൻ. റെഡി ആണല്ലോ? അപ്പൊ ഈ 2 കേസിലും ടോർക്കിന്റെ വാല്യൂ അല്ലെ? സൈൻ 0 സൈൻ 180 ഓൾസോ 0. അപ്പൊ ആ കേസിൽ ടോർക്ക് 0 ആവല്ലോ. ടോർക്ക് 0 ആവണേനാണ് ഇക്വിലിബ്രിയം എന്ന് പറയാം. നമ്മൾ വേറെ ടേം യൂസ് ചെയ്ത് എന്താ? സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. എപ്പോഴും സ്റ്റേബിൾ അൺസ്റ്റേബിൾ ആവുക? അത്രയുള്ളൂ. പൊട്ടൻഷ്യൽ എനർജിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? -PE കോസ് തീറ്റ. എന്താണ്? -PE കോസ് തീറ്റ. ഇപ്പൊ നമുക്ക് വേറെ റിലേഷൻ അറിയാം. എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി അല്ലെ? എനർജി സ്റ്റെബിലിറ്റി തമ്മിലുള്ള റിലേഷൻ എന്താ? സ്റ്റെബിലിറ്റി കൂടണമെങ്കിൽ എനർജി എന്ത് ചെയ്യണം? കുറയണം. അപ്പൊ നോക്കിയേ, ഈ കോസ് തീറ്റ എന്നുള്ളത് +1 വാല്യൂ വരിക എപ്പോഴാ? +1 വാല്യൂ വരിക എപ്പോഴാന്ന് വെച്ചാൽ കോസിന് 0 എത്ര കൊടുക്കുമ്പോഴാ? ഇറ്റ് ഈസ് ഈക്വൽ ടു കോസ് 0 ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലെ? കോസ് 0 കൊടുത്ത്. റെഡി? ഇനി എപ്പോഴാ ഈ കോസ് തീറ്റ -1 ആവുക?
ഇത് -1 കോസ് തീറ്റ കോസ് 180 എടുത്താൽ എത്ര കിട്ടും? -1 കിട്ടും അല്ലേ? അപ്പൊ കോസ് 180 -1 ആണ്. അതുപോലെ തന്നെ എന്തറിയാം? കോസ് 0 എത്രയാടാ? കോസ് 0 എന്ന് പറഞ്ഞാൽ +1 ആണ്. ഡൗട്ട് ഇല്ലല്ലോ, പ്രശ്നമില്ലല്ലോ, ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി -PE ഉണ്ട്. ഓക്കെ, -PE ഇൻറ്റു 1 ചെയ്താൽ എന്താ? -PE. അതായത് നിങ്ങൾ ഇവിടെ എഴുതുകയാണെങ്കിൽ അല്ലെ 0 ഡിഗ്രിയിലത്തെ കേസ് എന്താ? യു മിനിമം ആവും. എന്താ കാരണം? ഇറ്റ് ഈസ് ഈക്വൽ ടു -PE ആണ് വാല്യൂ വരിക. 180 ഡിഗ്രി ആണെങ്കിൽ എന്താ? യു മാക്സിമം ആവും. യു മാക്സിമം വരാൻ കാരണം എന്താ? യു മാക്സിമം വരാനുള്ള കാരണം ദാറ്റ് ഈസ് ഈക്വൽ ടു +PE ആവും. എങ്ങനെ ഇത് +PE ആയത്? +PE ആവാൻ കാരണം കോസ് 180 ഈസ് ഈക്വൽ ടു മൈനസ്. അപ്പൊ ഇതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇത് എന്തിനാ എഴുതിയെന്ന് വെച്ചാല് അല്ലെ മിനിമം എനർജി ആവുമ്പോ എന്താ? മാക്സിമം സ്റ്റെബിലിറ്റി. അപ്പോൾ ഇതിലാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇവിടെ എന്താ? എനർജി മാക്സിമം ആണ്. അപ്പൊ സ്റ്റെബിലിറ്റി എന്താ? മിനിമം. ദാറ്റ് മീൻസ് എന്താണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ 180 ഡിഗ്രിയിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, 0 ഡിഗ്രിയിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടെ ചോദിച്ചെന്താ? ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി കറസ്പോണ്ടിങ് ടു സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്താ ഇവിടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു -PE കോസ് തീറ്റ. എന്താ? ദാറ്റ് ഈസ് അറ്റ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവുമ്പോൾ അല്ലെ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു യു ഈസ് ഈക്വൽ ടു മൈനസ് പൊട്ടൻഷ്യൽ എനർജി അല്ലെ. അപ്പോൾ തീറ്റ എന്താണ്? 0 ഡിഗ്രി ആണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. റെഡി? പിന്നെ 2020 ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിയാറായി. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ എന്താ? ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പൊ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ എപ്പോഴും പഠിക്കണം അല്ലെ. എന്താണ് അവിടുത്തെ എന്തായിരിക്കും? ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ഡൈപോൾ പ്ലേസ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ലെ. റൈറ്റ് എൻ എക്സ്പ്രഷൻ ഫോർ ടോർക്ക്. വെരി വെരി ഇമ്പോർട്ടന്റ്. ദ ടോർക്ക് ഈസ് ഈക്വൽ ടു P ക്രോസ് E. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ടോർക്ക് മാക്സിമം ആവും അല്ലെ. ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? ടോർക്ക് ഈസ് ഈക്വൽ ടു PE സൈൻ തീറ്റ. എപ്പോഴും സൈൻ തീറ്റ അല്ലെ. തീറ്റ മാക്സിമം ആണെങ്കിൽ തീറ്റ 90 ആണല്ലേ. അപ്പൊ എന്താ? പെർപെൻഡിക്കുലർ ആവും അല്ലെ. ദാറ്റ് ഈസ് ദ ഡൈപോൾ ഈസ് കെപ്റ്റ് പെർപെൻഡിക്കുലർ ടു ദി ഇലക്ട്രിക് ഫീൽഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദാറ്റ് ഈസ് ഗോസസ് ലോ റിലേഷൻ തന്നിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. അതുപോലെ തന്നെ യൂണിഫോംലി സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ഒന്ന് രണ്ടും പഠിക്കാതെ പോകരുത്. ഓക്കെ, എക്സാമിന് പോകരുത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. റെഡി? സിമ്പിൾ അല്ലടാ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു. ഓക്കെ, നെക്സ്റ്റ്. ഇവിടെ എന്താ? എ പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ വെച്ചിട്ടുണ്ട് അല്ലെ. റീഡ്രോ ദ ഫിഗർ ആൻഡ് ഷോ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലെ. എന്താടാ? ഇതല്ലേ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെ. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇതെന്താ? പ്ലസ് ചാർജ് അല്ലെ. ഇത് പ്ലസ് ചാർജും ഇത് മൈനസ് ചാർജും ആണ്. മൈനസ് ചാർജ് ആണെങ്കിൽ ഓപ്പോസിറ്റ് വരയ്ക്കുക. പ്ലസ് ചാർജ് ആകുമ്പോൾ സെയിം ഡയറക്ഷൻ അല്ലെ. മാഗ്നിറ്റ്യൂഡ് എന്താ? പ്ലസ് ആകുമ്പോൾ QE, മൈനസ് ആകുമ്പോൾ -QE. റെഡി ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഇനി റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ടോർക്കിൽ എന്താ? ടോർക്ക് ഇസ് ഈക്വൽ ടു P ക്രോസ് E. വീണ്ടും വീണ്ടും ഒരേ ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യണം അല്ലെ. പിന്നെന്താ? ഗോഷ്യൻ സർഫസ് വരക്കാൻ പറഞ്ഞിട്ടില്ലേ. നമുക്കൊരു ഇൻഫിനിറ്റി ലോങ് കണ്ടക്ടർ എന്നിട്ട് ഗോഷ്യൻ സർഫസ് വരക്കണല്ലേ. ഇപ്പൊ നമ്മൾ ഡെറിവേഷനിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടിയാണ് എന്ത് ചെയ്യുക? ഈ ഫിഗേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരക്കുക. അതുപോലെ തന്നെ എക്സ്പ്രഷൻ കണ്ടെത്താൻ അല്ലെ. എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ. റെഡി? നമ്മളിവിടെ എത്തി 2020 ക്വസ്റ്റ്യനിൽ എത്തി. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ എന്താ? ദാറ്റ് ഈസ് ദാറ്റ് ഈസ് എന്താണ്? 2000 ക്വസ്റ്റ്യൻ എന്താ? ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യില്ല. എന്താ കാരണം അല്ലെ? ഇന്റർസെക്ട് ചെയ്താൽ എന്താ പ്രശ്നം? ആ പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ ഉണ്ടാവും. അതെന്തല്ല? ഒരിക്കലും പോസിബിൾ അല്ല. റെഡി? രണ്ടാമത്തെ കാര്യം എന്താ? പോളിത്തീൻ ബാഗില് നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലെ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് അറിയണം ഫ്രം ദി എന്ത്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് പഠിച്ചില്ലേ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ബൈ E അല്ലെ. ടോട്ടൽ ചാർജ് എത്രയാ? 3 × 10⁻⁻⁷. E എത്രയാ? 1.6 × 10⁻⁻⁹. അപ്പൊ എത്ര കിട്ടൂടാ? നമ്പർ 1.875 × 10⁻⁻7 പ്ലസ് 19 അല്ലേ. അപ്പൊ അതായത് പവേഴ്സ് ആഡ് ചെയ്തപ്പോ എന്തായി? × 10⁻12 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദാറ്റ് ഈസ് ദർ എ ട്രാൻസ്ഫർ ഓഫ് മാസ്. നമുക്ക് വിചാരിക്കും ഇലക്ട്രോൺസ് മാസ്ലെസ് ആണോ? അല്ല മക്കളെ, ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ടല്ലേ. നമുക്കറിയാം ചാർജിങ് ബൈ റബ്ബിംഗ് കൊണ്ട് നമ്മൾ പഠിച്ചു. ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താ? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് അല്ലെ. മാസ് ഓഫ് ഇൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.31 × 10⁻31 അല്ലെങ്കിൽ 9.1 × 10⁻31 ആണ്. അതർത്ഥം വളരെ ചെറിയ വെയിറ്റ് ആണെങ്കിൽ കൂടെ even though it is a very less weight or low weight, we can say that there is actually a transfer of mass or weight is being occurred. Okay, ready ആണല്ലോ?
ഓക്കെ, ഈസി. ഇനി നമുക്ക് 2021 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നോക്കാം എന്താ, ഹൗ മെനി ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് 1 കൂളംബ് ഓഫ് ചാർജ് അല്ലെ. 1 കൂളംബ് ഓഫ് ചാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമ്മൾ സിമിലർ ക്വസ്റ്റ്യൻ ചെയ്താണ്. എന്താ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ഇക്വേഷൻ എന്താ, അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ യൂണിറ്റ് ചാർജ് അല്ലെ, അതായത് ഇലക്ട്രോണിക് ചാർജ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് എത്ര എന്നുള്ളത്, അതായത് 1 കൂളും ചാർജ് അല്ലെ, 1 കൂളും ബൈ 1.6 × 10⁻⁻19. അതിന്റെ വാല്യൂ എന്ത് ചെയ്യണം, നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. 6.25 × 10⁻18 നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ടോട്ടൽ ചാർജ് കൂടുമ്പോഴേ 1 കൂളും ചാർജ് ഉള്ളൂ. അതായത് 1 കൂളും ചാർജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്താണ്, വലിയ എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. റെഡി. രണ്ടാമത്തെ ചോദ്യം എന്താ, സ്റ്റേറ്റ് ദി ഗോസസ് ലോ അല്ലെ, ഗോസസ് ലോ അല്ലെങ്കിൽ ഗോസസ് തിയറം സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഗിവ് ദി ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ഗിവൺ സർഫേസ് when the angle between the electric field and the area is 45 degree അല്ലെ. that is എന്താ, ഫ്ലക്സിന്റെ ജനറൽ ഇക്വേഷൻ എന്താ, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് അല്ലെ. ഈ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ് അല്ലെ, ഇൻറ്റു കോസ് തീറ്റ അല്ലെ, ഇ ഡി എസ് കോസ് തീറ്റ ആണ് അല്ലെ. കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2 അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് 45 1/√2 ആണെങ്കിൽ ഇ ഇൻറ്റു ഡി എസ് ബൈ √2 അല്ലെ, അതായത് ഇ ഡി എസ് ഇൻറ്റു 1/√2 എന്ന് വരും. റെഡി ആണല്ലോ, പ്രശ്നമില്ലല്ലോ, ഈസി അല്ലടാ. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ഉള്ള നമുക്ക് പെട്ടെന്ന് തീർക്കാം. റെഡി. ഓക്കെ, what is the flux through the surface if the surface is parallel to the line of force അല്ലെ. സർഫസ് പാരലൽ ടു ദി ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഇങ്ങനെ, അതായത് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് ആ ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയാം. റെഡി. അപ്പൊ ലൈൻ ഓഫ് ഫോഴ്സിന് പാരലൽ ആയിട്ട് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം സർഫസ് ഏരിയ വെക്ടർ എങ്ങനെ ഉണ്ടാവുക, സർഫസ് ഏരിയ വെക്ടർ വിൽ ബി പെർപെൻഡിക്കുലർ ടു ദി സർഫസ് അല്ലെ. ഇത് സർഫസ് ആണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്തുണ്ടാവുക, നോർമൽ ഉണ്ടാവുക. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്, തീറ്റ എത്രയാ. പാരലൽ കേൾക്കുമ്പോൾ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യണ്ട, തീറ്റ 0 എന്ന് എഴുതണ്ട. ഇവിടുത്തെ തീറ്റ ആംഗിൾ എത്രയാ, ആംഗിൾ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി അല്ലെ. അപ്പൊ കോസ് 90 എത്രയാ, 0. കോസ് 90 0 ആയി നമുക്ക് മനസ്സിലായി. എന്താ, കോസ് 90 0 ആയതുകൊണ്ട് ഫ്ലക്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. സിമ്പിൾ അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, derive the equation for the electric field intensity due to infinitely thin sheet അല്ലെ. അപ്പൊ അത് നമ്മൾ പറഞ്ഞാണ്, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കണം, എന്താ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്, വാട്ട് ഈസ് ഡൈപോൾ മൊമെന്റ്, ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ദി ഇലക്ട്രിക് ഇന്റൻസിറ്റി അല്ലെ, അതായത് ഇലക്ട്രിക് ഇന്റൻസിറ്റി ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് ഡൈപോൾ. അത് എങ്ങനെ ചെയ്യാം, സിമ്പിൾ ആണല്ലേ. അതായത് നമുക്കറിയാം എന്ത് ഇക്വേഷൻ, അതായത് ഈ കേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡൈപോൾ അല്ലെ, ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലുള്ള ഫീൽഡിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദ്യം അല്ലെ, ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, റെഡി. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ദൂരം തന്നിട്ടുണ്ടല്ലേ, ആർ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ദൂരമാണ് ആർ. ഈ ഡൈപോൾ ലെങ്ത് നമുക്കറിയാലോ, എന്താ ഡൈപോൾ ലെങ്ത് എന്ന് പറഞ്ഞാല് 2a ആണ്. അതിൽ ഈ ലെങ്ത് a ആണ്, ഈ ലെങ്ത് റിമൈനിങ് ലെങ്ത് ഇതും എന്താണ്, a ആണ്. റെഡി ആണല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് എന്നിട്ട് നമ്മൾ ഇൻഡിവിജ്വലി എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജിന്റെ ഇക്വേഷൻ എഴുതി അല്ലെ. പോയിന്റ് ചാർജിന്റെ ഇക്വേഷൻ ഈ എയും എഴുതി, ഈ ബിയും എഴുതി അല്ലെ. എന്നിട്ട് എന്താണ്, നമ്മൾ എന്ത് ചെയ്ത് മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്താൽ നമ്മൾ ഈ രൂപത്തിൽ എത്തുന്നത്, ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു 1/4πε0 2pr ബൈ r² - a² ഹോൾ റേസ് ടു 2 എന്ന് വരും. റെഡി. ഇനി നമ്മളൊരു അപ്രോക്സിമേഷൻ ചെയ്യും. എന്താണ് ഇവിടുത്തെ അപ്രോക്സിമേഷൻ ഒന്നുമില്ല മക്കളെ. ഇവിടുത്തെ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാല്, റെഡി, അതായത് ആർ നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഡൈപോൾ ലെങ്ത് അല്ലെ. ഭയങ്കര ഡൈപോൾ ലെങ്ത്തിനേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് എന്താ അറിയാൻ പറ്റൂടാ, നമുക്ക് അറിയാൻ പറ്റിയ കാര്യം ഇതാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഈ r² - a² നമുക്ക് എന്ത് എഴുതാം, നമുക്ക് വേണമെങ്കിൽ r² എന്ന് മാത്രം എഴുതാം. എന്ത് വരുവാടാ ഇതിനുള്ളില് r² ഹോൾ റേസ് ടു സ്ക്വയർ, ദാറ്റ് മീൻസ് എന്തായി, r⁴ ആയില്ലേ. എന്ത് വരുവാ, r⁴ വരും. അപ്പൊ എന്താ, മുകളിലൊരു ആറും താഴത്തെ r⁴ കട്ട് ചെയ്താൽ എന്തായി, അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത്. എന്താ, ഈ ആക്സിൽ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2p/r³ അല്ലെ, 2p/r³. അപ്പൊ നമ്മൾ കണ്ടല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, 2021 മാർച്ചിലെ ചോദ്യം, ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് ചാർജസ് അല്ലെ, ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡാഷ് ഓഫ് ദി ഡിസ്റ്റൻസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. ഓക്കെ, അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ക്വസ്റ്റ്യൻ ആണ്. റെഡി. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, നമ്മളിപ്പോ പറഞ്ഞ ചോദ്യമാണ്. റെഡി ആണല്ലോ. ഓക്കെ, നോക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദി ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് അല്ലെ.
ജസ്റ്റ് ഇപ്പൊ പറഞ്ഞല്ലോ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് ഐദർ ഓഫ് ദി ചാർജ് ഇൻടു ഡൈപോൾ ലെങ്ത്. റെഡിയാണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ സിസ്റ്റം ഹാസ് ടു ചാർജസ് അല്ലെ, ഒന്നെന്താ 2.5 × 10⁻⁻⁷ പിന്നെ അതിന്റെ നെഗറ്റീവ്. ദാറ്റ് മീൻസ് അതെന്താണ് ഈക്വൽ ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് അല്ലെ. ഇറ്റ്സ് ഡൈപോൾ. ഇറ്റ്സ് ഡൈപോൾ. ഓക്കെ, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അല്ലെ, ഒന്ന് -50ലും ഒന്ന് +50ലും. അതായത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എക്സ് വാല്യൂ വൈ വാല്യൂ രണ്ട് കേസിലും എന്താണ്? 0 ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇത് ആക്സിസ് ത്രൂ എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദി സെഡ് ആക്സിസ്. ഓക്കെ, റെഡി? അപ്പോൾ ഇവിടെ വെച്ചുള്ളത് പോസിറ്റീവ് ചാർജ് എവിടെ വെച്ചുള്ളത്? പോസിറ്റീവ് ചാർജ് -15 സെന്റിമീറ്ററിലാണ് വെച്ചുള്ളത്. ഓക്കെ, പോസിറ്റീവ് ചാർജ് വെച്ച്. റെഡി? ഇനി അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജ് എവിടെയാണ് വെച്ചുള്ളത്? നെഗറ്റീവ് ചാർജ് വെച്ചിട്ടുള്ളത് +15 സെന്റിമീറ്ററിലാണ്. നമുക്ക് മനസ്സിലായി ഇവിടെ ഡൈപോൾ ലെങ്ത് എത്ര? 30 സെന്റിമീറ്റർ ആണല്ലേ. അതായത് 2a വാല്യൂ ആണ് എന്ത്? 30 × 10⁻². റെഡി? മീറ്ററിന് എഴുതാം. ഇനി നമുക്ക് Q എത്രയാടാ? ചാർജ് എത്രയാ? ഐദർ ഓഫ് ദി ചാർജ്, രണ്ട് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. എന്താ? 2.5 × 10⁻⁷ കൂളംസ് ആണ്. റെഡിയാണല്ലോ? ഓക്കെ ആണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചത് എന്താ? മാഗ്നിറ്റ്യൂഡും വേണം ഡയറക്ഷൻ. ഫസ്റ്റ് നമുക്ക് ഡയറക്ഷൻ നോക്കാം. എങ്ങനെയാണ് ഡയറക്ഷൻ വരിക? നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് അല്ലേ? നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അലോങ് ദി നെഗറ്റീവ് സെഡ് ആക്സിസ് അല്ലെ. എന്താണ് അലോങ് ദി നെഗറ്റീവ് സെഡ് ആക്സിസ്. റെഡി? ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ? വാല്യൂ ഓഫ് മാഗ്നറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. എന്താ? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു 2a × Q അല്ലെ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് വാല്യൂ 7.5 × 10⁻⁸ കൂളോം മീറ്ററിന് ആൻസർ കിട്ടും അല്ലെ. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ഇനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. 4 പ്രോപ്പർട്ടി 4 എന്താണ്? ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. എന്താ ഫസ്റ്റ് എന്താ? they do not form closed loop. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോക്കുമ്പോൾ ക്ലോസ് ലൂപ്പ്, പക്ഷെ ഇതെന്തല്ല? ക്ലോസ് ലൂപ്പ് അല്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞെന്താ? they do not intersect. ഇന്റർസെക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? at point of intersection 2 ഡയറക്ഷൻ ഉണ്ടാവും, which is never possible അല്ലെ. മൂന്നാമത്തെ എന്താ? ടാൻജന്റ് അല്ലെ. ഒരു പോയിന്റ് ടാൻജന്റ് വരച്ചാൽ അവിടെ എന്ത് ചെയ്യാം? അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടെത്താം. ഓക്കെ, റെഡി ആണല്ലോ? ഈസി ആണല്ലോ? ഓക്കെ, റെഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നോക്കിയടാ, ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാല് സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെ എൻഡ് ചെയ്യുന്നത് ഇവിടെ അല്ലെ. ഇവിടേക്ക് നോക്കുമ്പോൾ ഫീൽഡ് ലൈൻസ് ടുവേർഡ്സ് ആണ്, ഇവിടെ നോക്കുമ്പോൾ ഔട്ട്വേർഡ്സ്. അപ്പൊ എന്തായിരിക്കും? ഈ ചാർജ് പോസിറ്റീവ് ചാർജും ഇതെന്തായിരിക്കും? നെഗറ്റീവ് ചാർജ്. വെരി ഒബ്വിയസ് ആണല്ലേ. ഇനി ഗോസസ് ഇതെന്താ നമ്മളോട് ചോദിച്ചുള്ളത്? സൈൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. റെഡി? ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് റിലേറ്റ് ദ ഇലക്ട്രിക് ഫ്ലക്സ് വിത്ത് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ഫ്ലക്സും ഇലക്ട്രിക് ചാർജും റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് കുഴപ്പമില്ല. ഇലക്ട്രിക് ഫ്ലക്സ് ആൻഡ് ഇലക്ട്രിക് ചാർജ് ആർ സ്കാലാർ ക്വാണ്ടിറ്റീസ്. സ്റ്റേറ്റ് വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ ഫോൾസ് അല്ലെ. ഇലക്ട്രിക് ഫ്ലക്സ് ആയാലും ഇലക്ട്രിക് ചാർജ് ആയാലും എന്താണ്? ദേ ആർ ബോത്ത് എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റീസ് തന്നെയാണ്. റെഡിയാണല്ലോ? ഓക്കെ, റെഡി. ഇനി നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് സ്റ്റേറ്റ് ദി ഗോസസ് ലോ അല്ലെ. ഗോസസ് ലോ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പല പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. ഓക്കെ, റെഡി? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? യൂസിങ് ഗോസസ് ലോ ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദി ഇന്റൻസിറ്റി ഓഫ് എ ലോങ് സ്ട്രേറ്റ് വയർ അല്ലെ. ഇൻഫിനിറ്റി ലോങ് സ്ട്രേറ്റ് വയറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നോക്കാതെ പോയി. റെഡി? ഓക്കെ, ഹൗ മെനി ഇലക്ട്രോൺ കോൺസ്റ്റിറ്റ്യൂട്ട് 1 coulomb ഓഫ് ചാർജ് അല്ലെ. നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞ വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 6.25 × 10⁻18 number of electrons. The define 1 coulomb charge is the total charge of the 6.25 × 10⁻18 number of electrons. Really simple question. Next, state the Coulomb's law in electrostatics. And the Coulomb's law that is F is equal to 1/4πε0 Q1 Q2 by R square. That is statement. Next, derive the expression for electric field intensity at the axial point. Just a revision. Okay, ready? Next, any 3 properties of electric field. Repeat the question. Next, state the Gauss's law. Apply the Gauss's law to find the field of infinitely placed sheet. Yeah, year set 2021 sale paper repeated question. One first question ready? Next, state the Gauss's law electrostatic, and it is also used to find the infinitely plane sheet in the field. Repeat question again. Okay. Next, SI unit of electric field. Electric field in equation electric field is equal to force by charge. Force in the unit and the Newton, charge in the Coulomb. Option A. Ready? Easy. Okay, next question. Ready? Electrostatic field at the surface of a charge conductor must be normal to the surface.
ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, അതായത് സർഫസിന് എപ്പോഴും എന്തായിരിക്കും, നോർമൽ ആയിട്ടാണ് എന്തുണ്ടാവുക, അതായത് ഇറ്റ് വിൽ ബി നോർമൽ ടു ദ സർഫസ്. ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് എപ്പോഴും എന്തായിരിക്കും, നോർമൽ ആയിട്ടാണ് ഉണ്ടാവുക. റെഡി? സ്റ്റേറ്റ് ദി ഗോസസ് ലോ. വാട്ട് ഈസ് മീൻ ബൈ ഗോസിയൻ സർഫസ്? എന്താ ഗോസിയൻ സർഫസ്? അതിന്റെ പ്രോപ്പർട്ടീസ് എന്താ? ഗോസിയൻ സർഫസ് മസ്റ്റ് ബി അറൌണ്ട് എ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ ക്ലോസ് സർഫസ് ആണ് അല്ലെ. അതായത് രണ്ട് കണ്ടീഷൻ ഉണ്ടാവും അല്ലെ, അതായത് ഗോഷ്യൻ സർഫസിൽ രണ്ട് കണ്ടീഷൻ ഉണ്ടാവും. ഐതർ, അതായത് ഇവിടെ പറഞ്ഞത്രല്ലോ, ഐതർ ഇറ്റ് ഷുഡ് ബി പാരലൽ ഓർ ഇറ്റ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദി സർഫസ്. അതാണ് ഗോഷ്യൻ സർഫസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിന്റ്. റെഡിയാണല്ലോ ഓക്കെ. റെഡി. നെക്സ്റ്റ് ചോദ്യം എന്താ? യൂസിങ് ഗോഷ്യൻ ലോ വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മളോട് പറഞ്ഞത് ഫൈൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ യൂണിഫോംലി ചാർജ് തിൻ സ്ഫെറിക്കൽ ഷെല്ല് ഔട്ട്സൈഡ് ദി ഷെൽ അല്ലെ. അപ്പൊ ഔട്ട്സൈഡ് ദി ഷെൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിലൊക്കെ എന്താണ് ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, പുതിയ ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ. ഇലക്ട്രിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഡൈപോൾ അല്ലെ. എന്താ നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ്? എന്താണ്? ഫോഴ്സ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ അല്ലേ. അപ്പൊ ഇവിടെ എന്താ, ഇലക്ട്രിക് ഡൈപോൾ യൂണിഫോം ഫീൽഡ് വെച്ചാൽ നെറ്റ് ഫോഴ്സ് എന്താ? നെറ്റ് ഫോഴ്സ് 0 ആണ്. ടോർക്ക് ആണ് അവിടെ ഉണ്ടാവും അല്ലെ. ടോർക്ക് എക്സ്പീരിയൻസിന്റെ ഇക്വേഷൻ ആണ് ടി ക്രോസ് ഇ അല്ലെങ്കിൽ പി ഇ സൈൻ തീറ്റ എന്ന് പറയുന്നത്. റെഡി ആണല്ലോ ഓക്കെ. ഇനി ഡൈപോളിൽ എന്തുകൊണ്ട് നെറ്റ് ഫോഴ്സ് 0 ആയില്ലേ? ഓപ്പോസിറ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആയതുകൊണ്ടാണ്. റെഡി. ടേക്ക് ദി പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാല് ഇത്രയുള്ളൂ. ദ ചാർജ് ഓഫ് എ ബോഡി ഈസ് ഓൾവേസ് എന്താണ്, ഇറ്റ് ഈസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് യൂണിറ്റ് ചാർജ് അല്ലെ. അതായത് ക്യൂ എന്ന് പറഞ്ഞാല് പ്ലസ് ഓർ മൈനസ് എൻ ഇല്ലേ. അതായത് എന്താണ്, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് യൂണിറ്റ് ചാർജ് ഇ ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ അല്ലെ. ഇ 2e 3e, ഒരിക്കലും 1.5e അല്ലെങ്കിൽ 2.5e അങ്ങനെ പോസിബിൾ ആണോ? അല്ല. ഇന്റിജർ മാത്രം എന്ത് ചെയ്യുള്ളൂ, അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. റെഡി. ഇനി ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് തന്നിട്ടുണ്ട് ആൻഡ് ഫ്രീ സ്പേസ്. ഫോഴ്സ് റെഡ്യൂസസ് ടു 5 ന്യൂട്ടൺ വെൻ പ്ലേസ്ഡ് ഇൻ എ മീഡിയം ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ അല്ലെ. അപ്പൊ ഫോഴ്സ് കുറഞ്ഞെന്ന് പറയുന്നത്, അപ്പൊ നമുക്കറിയാം ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻ ഫ്രീ സ്പേസ് ബൈ ഫോഴ്സ് ഇൻ മീഡിയം. അപ്പൊ അത് റേഷ്യോ ചെയ്താൽ എന്തായി, കെയുടെ വാല്യൂ കിട്ടി. ഓക്കെ. റെഡി ആണല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഇസ് എ ഫ്ലക്സ്? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു, ഇങ്ങനെ ഫ്ലക്സ് Gauss's law 1/epsilon 0 into Q enclosed is equal to 5, the total flux. Ready? Name and state the law which is used to find the flux. ഏതാ? Gauss's law. എന്താ Gauss's law പറയുന്നത്? എന്താ? The total electric flux through a closed surface is equal to 1/epsilon 0 into Q enclosed, അതായത് charge enclosed. Using the law we have to find infinitely long wire. എത്ര പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ വരുന്നല്ലേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ പ്ലെയിൻ ഷീറ്റിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ അധികം പ്രാവശ്യം ചോദിച്ചത്. അതുപോലെ തന്നെ ആക്സിയൽ ഫീൽഡിലുള്ള അല്ലെ, ഒരു ഡൈപോളിന്റെ ആക്സിയൽ ഫീൽഡിൽ വരുന്ന ഡെറിവേഷൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചത്. അതുപോലെ തന്നെ ഒരു സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഇൻസൈഡ് പോയിന്റ് ഔട്ട്സൈഡ് പോയിന്റ്. അപ്പൊ ഈ 5 ഡെറിവേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ. 2023 മോഡലിൽ ചോദിച്ച ചോദ്യം എന്താ നോക്കാം. റെഡി ആണല്ലോ? ഓക്കെ. Name the physical quantity whose SI unit is Newton per coulomb. ഇപ്പൊ പറഞ്ഞിട്ടുള്ള എന്താ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. നെക്സ്റ്റ് ചോദ്യം എന്താ, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P is placed. Define dipole moment. പറഞ്ഞ ചോദ്യമാണല്ലോ. എന്താ ഡൈപോൾ മൊമെന്റ്? Is a product of either charge into dipole length. Obtain expression for the torque. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. Ready? What do you understand by the term electric flux? Write the SI unit. എന്താ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാല് is the number of field lines moving എന്താണ് perpendicular to the area അല്ലെ. That is ഫ്ലക്സ് ലൈൻ. അപ്പൊ നമ്മളോട് ചോദിച്ച ചോദ്യത്തിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, അതായത് ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് പെർപെൻഡിക്കുലർ ടു ദി യൂണിറ്റ് ഏരിയ. വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? ഇതിന്റെ SI യൂണിറ്റ് നമുക്ക് എന്ത് പറയാം, വെബർ എന്ന് പറയാം അല്ലെ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ, using Gauss's law find the electric field intensity outside the shell, inside the shell. It is again a repeated question. In 2023 March കഴിയാറായി മക്കളെ. 2023 മാർച്ച് ചോദിച്ച ചോദ്യം എന്താ, ടു ലൈൻസ് നെവർ ഇന്റർസെക്ട്. ട്രൂ ഓർ ഫോൾസ്? നമുക്ക് അറിയണല്ലേ, ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല അല്ലെ. ഓക്കെ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ബേസിക് പ്രോപ്പർട്ടി. വാട്ട് ഈസ് എൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്? എന്താ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് അല്ലേ. നമ്മൾ ഓൾറെഡി ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. അഡിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് ചാർജ്, അതുപോലെ തന്നെ ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ് അല്ലെ. അപ്പൊ ആ പ്രോപ്പർട്ടീസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതായത് ആഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ചാർജ് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. ചാർജ് ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോൺ ബി ഡിസ്ട്രോയ്. അതുപോലെ തന്നെ ചാർജ് എപ്പോഴും എന്തായിരിക്കും, ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഉണ്ടായിരിക്കുക അല്ലെ. നെക്സ്റ്റ് ചോദ്യം എന്താ, വാട്ട് ഈസ് ഇലക്ട്രിക് ഡൈപോൾ? പ്രാവശ്യം റിപ്പീറ്റ് ആയി വന്ന ചോദ്യം. നെക്സ്റ്റ്, ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ ദി ആക്സിയൽ ഫീൽഡ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ അല്ലെ. റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യം. നെക്സ്റ്റ്, 2024 മാർച്ച് ചോദിച്ച ചോദ്യങ്ങളാണ്. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് അല്ലെ. ഇലക്ട്രിക് ഫ്ലക്സിന്റെ SI യൂണിറ്റ് നമ്മൾ ചെയ്താണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളംബ് റേസ് ടു -1. റെഡി ആണല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഓക്കെ.
ഇനി ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ പ്ലേസ് ഇൻ എക്സ്റ്റേണൽ ഫീൽഡ് എന്താ സീറോ ആണല്ലേ, നമ്മൾ പറഞ്ഞതാണ്. ഇനി സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഇലക്ട്രിക് ചാർജസ് എന്താ ഏതാണ് അതിൽ ലോ എന്താ, ദാറ്റ് ഈസ് കൂളൂംസ് ലോ, ദാറ്റ് ഈസ് 1/4πε0 Q1 Q2/r². റെഡി ആണല്ലോ, ഓക്കെ ആണല്ലോ, ദാറ്റ് മീൻസ് കൂളൂംസ് ലോന്റെ എക്സ്പ്രഷൻ പറയാം. ഇനി ഇതെന്താ, ഇതിന്റെ ഡയറക്ഷൻ വരച്ചു കൊടുക്കാനാണ് സിമ്പിൾ ആയിട്ടുള്ള സാധനം അല്ലെ, ഇത് പ്ലസും ഇത് മൈനസും. അപ്പൊ പ്ലസിൽ നിന്ന് മൈനസിലോട്ട്, മൈനസ് ആണെങ്കിൽ ടുവേർഡ്സ് അല്ലെ, പ്ലസ് ആണെങ്കിൽ ഔട്ട് വേർഡ്സ്. അപ്പൊ ഡയറക്ഷൻ കറക്റ്റ് ആയിട്ട് വരച്ച മാർക്ക് കിട്ടി. റെഡി, കംപ്ലീറ്റ് ദ ഡയഗ്രം. നെക്സ്റ്റ് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എ ലോങ് സ്ട്രേറ്റ് വയർ അല്ലെ. അപ്പൊ എത്ര പ്രാവശ്യം പോലും എണ്ണാൻ പറ്റാത്ത അത്ര പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. റെഡി ആണല്ലോ, സിമ്പിൾ ആണല്ലോ, ഓക്കെ ആണല്ലോ, ഓക്കെ റെഡി. ഇനി 2025 ലേറ്റസ്റ്റ് പേപ്പറിൽ എന്താ ചോദിച്ചത് നോക്കാം. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് എന്താടാ, ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഇന്റൻസിറ്റി. ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദി ടോർക്ക്. എക്സ്പ്രഷൻ ഫോർ ദ ടോർക്ക് എന്താ, ടോ ഇസ് ഈക്വൽ ടു പി ക്രോസ് ഇ അല്ലെ. ടോർക്കിന്റെ ഇക്വേഷൻ എന്താടാ, ടോർക്കിന്റെ ഇക്വേഷൻ പറഞ്ഞ ടോർക്ക് ഇസ് ഈക്വൽ ടു പി ക്രോസ് ഇ. ഇനി നമ്മളോട് ചോദിച്ചത് എപ്പോഴാണ് അത് മാക്സിമം ആവും, പി ഇ സൈൻ തീറ്റ അല്ലേ, അതായത് ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ. ഓക്കെ, ഇനി സെയിം ക്വസ്റ്റ്യൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് അല്ലെ, സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഔട്ട് സൈഡും ഓൺ ദ സർഫസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ്. റെഡി, ലാസ്റ്റ് ക്വസ്റ്റൻ, നമ്മൾ ഇന്നത്തെ ഡിസ്കഷന്റെ ലാസ്റ്റ് ക്വസ്റ്റൻ എന്താ, ഓക്കെ. പോയിന്റ് ചാർജ് കോസസ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എപ്സിലോൺ സീറോന്റെ വാല്യൂ ഓഫ് പോയിന്റ് ചാർജ് എന്താണ്, ഗോസസ് ലോന്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ എന്താ, ഫൈ ഇസ് ഈക്വൽ ടു 1/ε0 into Q enclosed. നമുക്ക് വേണ്ടത് Q enclosed ആണ്. Q enclosed is equal to എന്താ, 5 into ε0 അല്ലെ. 5 into ε0 ചെയ്താൽ ഇതിന്റെ വാല്യൂ കിട്ടും. അതിന്റെ വാല്യൂ എന്താ കിട്ടിയുള്ളത്, ദാറ്റ് ഈസ് -17.7 into 10⁻². കൂളംസ് ആണ് ചാർജ് കിട്ടിയത്. റെഡി ആണല്ലോ, ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, റേഡിയസ് ഓഫ് ദ ഗോഷ്യൻ സർഫസ് ഡബിൾ ചെയ്താൽ എത്ര ഫ്ലക്സ് വുഡ് പാസ്. അതായത് ഒരു ട്രിക്കി ക്വസ്റ്റൻ ആണ്. നമ്മളോട് ചോദിച്ചത് എന്താ, അതായത് റേഡിയസ് ഇവിടെ ഡബിൾ ചെയ്തില്ല, എന്താണ് റേഡിയസ് എന്ത് ചെയ്തടാ, ഡബിൾ ചെയ്ത്. അപ്പൊ റേഡിയസ് ഡബിൾ ചെയ്താൽ നമ്മൾ വിചാരിക്കും എന്താ, ഫ്ലക്സിന് മാറ്റം ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷെ ആക്ച്വലി അതിന്റെ റിയാലിറ്റി എന്താ, ഫ്ലക്സിന് മാറ്റം ഉണ്ടാവില്ല. എന്താ കാരണം, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ്. അപ്പൊ ഇവിടെ എന്താണ്, ഒരു ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റേഡിയസ് കൂടി എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യുന്നില്ല, ഫ്ലക്സ് കൂടുന്നില്ല അല്ലെ. നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എക്സിറ്റിംഗ്, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു ദി എന്താണ് ഏരിയ. അപ്പൊ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഫീൽഡ് ലൈൻസിന് എണ്ണം എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അതുകൊണ്ട് എന്താണ്, ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ലെ. അപ്പോൾ ഫ്ലക്സ് എന്തായിരിക്കും, വിൽ റിമെയിൻസ് ദി കോൺസ്റ്റന്റ്. അപ്പൊ നമുക്കറിയാം ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ്, ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത തന്നെ എന്താ, റിപ്പീറ്റഡ് പാറ്റേൺ ഓഫ് ചോദ്യങ്ങളാണ്. എന്താ, ഡൈപോൾ മൊമെന്റ്, ടോർക്കിന്റെ ഇക്വേഷൻ എന്താ, ആക്സിയൽ ഫീൽഡ് എന്താണ്, അതുപോലെ തന്നെ നമുക്ക് പഠിക്കുന്ന ഇൻഫിനിറ്റ്ലി ലോങ് വയർ, ഇൻഫിനിറ്റ്ലി പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്, അതുപോലെ തന്നെ ഒരു സ്ഫെറിക്കൽ ഷെല്ലിന് ഇൻസൈഡ് പോയിന്റ്, സർഫസ് പോയിന്റ്, ഔട്ട്സൈഡ് പോയിന്റ്, ഇങ്ങനെ തുടങ്ങി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. അപ്പൊ ഇത്രയും കണ്ട് മനസ്സിലാക്കുക, അതുപോലെ തന്നെ ചാപ്റ്റർ നന്നായി റിവൈസ് ചെയ്യുക. അപ്പൊ മക്കളെ നന്നായിട്ട് തന്നെ ഓൺ എക്സാം എഴുതുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.